ആ കാലത്ത് എന്ന് പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തിയിൽ ആരംഭിക്കുന്നത് 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിനാണ്. ഒന്ന് വായിച്ച് പെട്ടെന്ന് വായിക്കണം, ശബ്ദം ഉയർത്തി വായിക്കണം. ശ്രോത്രം പെട്ടെന്ന് വായിച്ചു. 1:15. ആ കാലത്ത് ഏകദേശം 120 പേരുള്ളൊരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നു. മതി. സ്തോത്രം. നോക്കൂ, അവിടെയാണ് ആദ്യം അപ്പോസ്തല പ്രവൃത്തിയിൽ ആദ്യം ആ കാലത്തെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. ഇവിടെയാണ് ആ കാലത്ത്. ഈ വാക്യത്തിൽ സംഭവിച്ചത് ഇങ്ങനെയാണ്. ആ കാലത്ത് ഏകദേശം 120 പേർ ഒരു പേരുള്ളൊരു സംഘം കൂടിയിരിക്കുമ്പോൾ, സ്തോത്രം, പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ്, പ്രസംഗിക്കാൻ എഴുന്നേറ്റതല്ല, ഒരു പ്രത്യേക കാര്യത്തിനും എഴുന്നേറ്റതാണ്. അപ്പോൾ ആ കാലത്തിൻ്റെ പ്രത്യേകത, ഒരു 120 പേരെ ദൈവമായ കർത്താവ് സെലക്ട് ചെയ്തു. അവർ കുറേ ദിവസമായിട്ട് ഇന്ന് ഇരുന്നതല്ല. മുകളിലത്തെ 14-ാം വാക്യം വായിച്ചാലും ചുമ്മാ കൂടി വരികയല്ല. അവരെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. അപ്പോൾ ഈ 120 പേര് ഒരു സംഘം എന്ന് വിചാരിച്ചു. അത് ചിലപ്പോൾ എന്താ പറയുക, വ്യാഖ്യാതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ 120 ആയിരിക്കും, ചിലപ്പോൾ വിവിധ ഘട്ടങ്ങൾ 1-ാമത്തെ അധ്യായത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും 120 പേരുണ്ടായി ഇത് നമുക്കറിയില്ല. നമുക്ക് കിട്ടിയൊരു അറിവനുസരിച്ച് വലിയ തിയോളജിയിലേക്കൊന്നും പോകാതെ നമുക്കത് പച്ചയ്ക്ക് പറഞ്ഞു വന്നതനുസരിച്ച് വിശ്വസിക്കാം. ഒരു 120 പേര് ഒത്തിരി മാസമൊന്നും ആയില്ല, 8-10 ദിവസമായിട്ട് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയാണ്. സ്തോത്രം. ഇങ്ങനെ 9 ദിവസമായിട്ട് ഈ ഹോളിനകത്തൊരു പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവദാസന്മാരെയും കൂടി വിളിച്ചു വരുത്തി, വരാൻ പറ്റുന്നവരെല്ലാവരും, ഇങ്ങനെയൊക്കെ വലിയ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെന്നറിഞ്ഞിട്ടും സ്തോത്രം, അവസാന ദിവസം മാത്രം വരാനിരിക്കുന്നവർ കണ്ടേക്കാം. ഇനി മുന്നോട്ട് പോകുമ്പോൾ മിക്കവാറും ആൾ കുറയാൻ സാധ്യതയില്ല, കൂടാനാ സാധ്യത. സ്തോത്രം. പക്ഷേ തുടക്ക ദിവസം മുതൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ എണ്ണത്തിൽ കുറയാതെ ചില ആളുകൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. സ്തോത്രം. അപ്പോൾ ആ കാലത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാം, എൻ്റെ പുറകും പറയാം, മുമ്പും പറയാം. പുറകിൽ ആ കാലത്തിൻ്റെ പ്രത്യേകത, കുറച്ച് ദിവസമായിട്ട് കുറേ ആളുകൾ, സ്തോത്രം, ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ കാലത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ്, സ്തോത്രം, എന്താണ് ആ കാലത്ത് നടന്നത്, ആ കാലത്തൊരു മാറ്റം ഉളവാകാനുണ്ടായ കാര്യം എന്താണ്, ആ കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്. ആ കാലഘട്ടത്തിൻ്റെ പുറകിൽ പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട സമയം, കർത്താവ് ഉയർത്തെഴുന്നേറ്റ സമയം, സ്തോത്രം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ നടന്നെങ്കിലും ഇവരെ സംബന്ധിച്ച് ഇവരുടെ പ്രധാന കാര്യം, ചില ദിവസങ്ങളായി ഇവർ തുടർമാന പ്രാർത്ഥനയിലാണ്. സ്തോത്രം. എഴുന്നേറ്റ് പോകാതെ കിട്ടുന്ന സമയം മുഴുവൻ പ്രാർത്ഥനയിലാണ്. ഒരു കാര്യം ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ച് പറയാം, ഉപവസിച്ചിരിക്കുന്ന ദൈവമക്കളോട്, സ്തോത്രം, ഇങ്ങനെ ഒരു ക്രമീകരണമൊക്കെ ചെയ്യാൻ ഒരു സഭയും ദൈവദാസന്മാരും ഉള്ളതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ സഭയിൽ നിന്നൊരു ഉപവാസം ക്രമീകരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എവിടെ ആയിരിക്കും ഈ സമയത്ത്? ഒത്തിരി തിരക്കായിരിക്കും. നമ്മൾ മിക്കവാറും ഇനി ടി വിയുടെ മുമ്പിൽ ഇരിക്കുന്നവരുണ്ടോയെന്ന് അറിയാലോ. അങ്ങനെ പറഞ്ഞാൽ അതൊക്കെയാലും നിങ്ങളെ ഈ രാത്രി സ്തോത്രം വിഷമിപ്പിക്കുന്നില്ല. അല്ല, സീരിയലിൻ്റെയും കോമഡിയുടെ മുമ്പിലായിരിക്കുന്നവരുണ്ടാകാൻ സാധ്യതയില്ലെന്ന് വിചാരിച്ചു. എങ്കിലും നമ്മൾ സ്തോത്രം മറ്റു പല കാര്യത്തിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് ഒതുങ്ങിപ്പോയനെ. സ്തോത്രം. ഞാനിങ്ങനെ ഒരു യോഗം വെച്ചതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ കൂടെ വരാൻ പറ്റിയത്. അപ്പം ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തത് കൊണ്ടാണ് നമുക്ക് അവധി എടുത്താണെങ്കിൽ ഇവിടെ എത്താൻ പറ്റിയത്. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള അവസരങ്ങളെ പാഴാക്കരുത്. എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്കിടയിൽ ദൈവം ചെയ്യുന്ന കുറേ കാര്യമുണ്ട്. ഈ കാലത്ത് നടന്ന 1-2 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. സ്തോത്രം. ഒന്നാമത്തെ, ഞാൻ പറഞ്ഞല്ലോ, രാവിലെ പറഞ്ഞതുപോലെ ഗീറ് മാറിയിടുന്നത് പോലെ കുറച്ച് ദിവസമായി ഒരു കൂട്ടം ആളുകൾ, അവരുടെ പുറകിൽ ഭയങ്കര ഭയമുണ്ട്. കാരണം എന്താ? യഹൂദന്മാരെ പേടിച്ച് അവർ വാതിലടച്ചിരിക്കുകയായിരുന്നു എന്ന് സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. അവർക്ക് അനുകൂല സാഹചര്യമല്ല, പ്രതിസന്ധികൾ അവരുടെ നടുവിലുണ്ട്, അവരുടെ കൂടെ ഇരിക്കാൻ ആ നാട്ടിൽ ആരുമില്ല. എങ്ങനെയോ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ചുരുക്കം ചിലര്, സ്തോത്രം, സാഹചര്യം അനുകൂലമല്ലാതിരുന്നിട്ടും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന ചിലര്, അവരെ ഒന്നും മടിയില്ലാതെ രണ്ടും കൽപ്പിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ചില ദിവസങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നു. എത്ര ദിവസത്തേക്ക് ഇരിക്കേണ്ടി വരുമെന്നൊന്നും അവർക്ക് കണക്കില്ല. സ്തോത്രം. അവർക്ക് എങ്ങോട്ടും പോകാനില്ല. പക്ഷെ ഞാൻ ഇനി പറയുന്ന ശ്രദ്ധിച്ച് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ഇരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരുപാട് ദിവസം കഴിയുന്നതിനേക്കാൾ മുമ്പ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ ആരംഭിക്കും.
അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ ഒന്നോടെ പറയാം. ഒരു യോഗം നടക്കുമ്പോൾ ഓടി വന്ന് അവസരം കിട്ടിയാൽ ശ്രോത്രം ഒന്ന് വന്ന് ഇരുന്നിട്ട് പോകുകയല്ല. ഈ കൂടെ ചില ദിവസങ്ങൾ, ഈ കൂടെ എന്നല്ല, എന്നും ശീലിച്ചോളണം. എവിടെയെങ്കിലും ആത്മദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന, എവിടെയെങ്കിലും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന കുറച്ച് പേരെ കണ്ടാൽ അവരുടെ കൂടെ പോയിരുന്ന് ശ്രോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ ശ്രോത്രം ചെയ്തേക്കണം. അവരുടെ കൂടെ ഇരുന്ന് സ്തുതിക്കാൻ പറ്റിയാൽ സ്തുതിച്ചേക്കണം. നമുക്ക് എന്ത് കിട്ടും? നാളെ ആരാ വരുന്നത്? ഇതൊന്നും നമ്മുടെ വിഷയമാകരുത്. ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങ് ഇരിക്കാൻ തുടങ്ങിയാൽ അതിന് സ്വത്രം മഹത്വം എടുക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ദൈവം ഇടപെടും. സ്തോത്രം. കർത്താവ് ഇടപെടും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദൈവം ഇടപെടും. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? 21 ദിവസം എന്നൊരു ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അതൊരു സിസ്റ്റം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ വിശ്വാസം 21 തികയേണ്ട വരികയല്ല. ഇതിനിടയിൽ ചിലരോട് ഇടപെടാൻ തുടങ്ങും. സ്തോത്രം. നീ വന്നു പോകുന്നു എന്ന് പേരൊപ്പിക്കുകയല്ല. വീട്ടിൽ ചെന്നാലും ഒന്നുറങ്ങിയിട്ട് എഴുന്നേറ്റിരുന്ന ഈ ദിവസങ്ങളിൽ പിന്നെയും പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാ, സ്തോത്രം, ഹല്ലേലൂയ. ഒത്തിരി ദിവസമൊന്നും പിന്നിടുകയല്ല. എൻ്റെ കണക്ക് കൂട്ടൽ ശരിയെങ്കിൽ ഒരു 10 ദിവസമാണ് ഇവരിവിടെ ഇരുന്നോളൂ. 10ാമത്തെ ദിവസമായപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ആരംഭിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ഇടപെടലുകൾ ആരംഭിക്കാൻ തുടങ്ങി. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ഇടപാടുകൾ ദൈവം വെളിപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, ഇത് 21 എത്തേണ്ടി വരില്ല. അതിന് മുമ്പ് തുടർമാനമായി പ്രാർത്ഥിച്ചാൽ ഇതിനകത്തൊരു അതിഥിയെ പോലെ അല്ല, മറിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ഹല്ലേലൂയ, അതിനിങ്ങനെ ഒരു യോഗം ക്രമീകരിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ വിഷയങ്ങളുടെ നടുവിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ 4 പേരും കൂടെ അല്ലെങ്കിൽ നിങ്ങൾ 5 പേരും കൂടെ ചില ദിവസങ്ങൾ സ്തോത്രം ഒരുമിച്ചിരിക്കാൻ തയ്യാറായാൽ, അപ്പം അത് ഒരുപക്ഷെ ചിലപ്പോൾ ജോലിക്ക് പോകേണ്ടവർ ജോലിക്ക് പോകേണ്ടി, പക്ഷേ നിങ്ങൾ തീരുമാനിക്കുക വൈകുന്നേരം വേറെ അങ്ങ് കറങ്ങാൻ പോകാതെ ജോലി കഴിഞ്ഞാൽ നേരത്തെ വരിക. വരുമ്പോഴേക്കും വീട്ടിലുള്ളവർ പണികൾ തീർക്കുക. ഒരു 7:30 ആകുമ്പോഴത്തേക്കും പായിട്ട് പ്രാർത്ഥിക്കാനിരിക്കുക. അതൊരു 9:30-10 മണി വരെ നീളാങ്കിൽ നീളുക. സ്തോത്രം, ഹല്ലേലൂയ. വീണ്ടും രാത്രി ഒന്ന് എഴുന്നേറ്റ് അവരവരുടെ മുറിക്കകത്ത് കിടക്കുന്നവർ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. രാവിലെ ഒരു അല്പം നേരത്തെ എഴുന്നേൽക്കുക. ഇങ്ങനെ ചില ദിവസങ്ങൾ തുടരാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. എവിടെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ അവിടെ ദൈവത്തിൻ്റെ ഇടപാടുകൾ നടക്കാനിടയാകും. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയാം, സ്വർഗസ്ഥനായ ദൈവം ഈ യോഗം തീരുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ തുടർമാനമായി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വിഷയത്തോടുള്ള ബന്ധത്തിലൊരു ഇടപെടലുണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആ കാലത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിനാണ് ആ കാലം എന്ന് പറഞ്ഞത് കേട്ടോ. തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് പത്രോസ് എഴുന്നേറ്റു. സ്തോത്രം. കാലേക്കൂട്ടി ഒരു പ്രോഗ്രാം ഇന്നിവിടെ ഒരു സിസ്റ്റം ഉണ്ട്, എഴുതപ്പെട്ടിട്ടില്ലെങ്കിലും ഞാൻ ഒരു യോഗം നടത്തുന്ന ആളായതിൻ്റെ പേരിൽ അറിയാം. സ്തോത്രം. ഒരു 6 മണിക്കൊക്കെ ഇവിടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അപ്പോൾ നിങ്ങൾ പലരും വന്നു കാണുകയല്ല. സ്തോത്രം. അത് കഴിഞ്ഞൊരു 6:30 ആയപ്പോഴത്തേക്കും പ്രാർത്ഥിച്ച് പാട്ട് ആരംഭിച്ചു. അതൊരു 7:30 വരെ പോയി. അതൊരു എഴുതപ്പെടാത്ത ലിഖിതം പോലെ ഇവിടെ ഉണ്ട്. ഒരു 7:30 ആയപ്പോഴത്തേക്കും സ്തോത്രം വേഗത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ച് പാസ്റ്റർ എഴുന്നേറ്റു. സ്തോത്രം. 3-4 മിനിറ്റ് കൊണ്ട് അദ്ദേഹം ആമുഖം പറഞ്ഞതിന് ശേഷം എന്നെ എഴുന്നേൽപ്പിച്ചു. ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നൊരു സിസ്റ്റമാണ്. അത് പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റല്ല. പക്ഷെ അന്ന് അവിടെ നടന്നത് നേരത്തെ പ്ലാൻ ചെയ്തൊരു സിസ്റ്റം അല്ല. സ്തോത്രം. മനസ്സിലായോ? അവിടെ രാവിലെ 10 മണിക്ക് തുടങ്ങി. ഇന്ന് പാട്ടുകാരൻ ഇന്ന ആളായിരിക്കും, പ്രസംഗികൻ ഇങ്ങനെ ആളായിരിക്കും, ഇന്ന് പ്രാർത്ഥന, അങ്ങനെയൊന്നും അവിടെ സിസ്റ്റം ഇല്ല. നമ്മൾ ഇന്നിവിടെ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ചെയ്തായിരിക്കും പറ്റുള്ളൂ. പക്ഷെ അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി നിങ്ങൾ ആ രംഗം ഒന്ന് മനസ്സിൽ കാണണം. കുറച്ച് ദിവസമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 8-10 ദിവസങ്ങളായി ഇന്ന് കണക്കാക്കാം. ആദ്യത്തെ ദിവസം തോന്നാത്തത്, 2ാമത്തെ ദിവസം തോന്നാത്തത്, 5ാമത്തെ ദിവസം തോന്നാത്തത്, 8ാമത്തെ ദിവസം തോന്നാത്തത്, ഒരു 10ാമത്തെ ദിവസമായപ്പോൾ പെട്ടെന്ന് പത്രോസ് എഴുന്നേറ്റു. പത്രോസ് എഴുന്നേറ്റിട്ട് പറയുകയാണ്, എന്താ പറഞ്ഞു നോക്കിയേ. സ്തോത്രം. എഴുന്നേറ്റിട്ട് പറയുന്നു, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്തിന് നിവർത്തിയാകേണ്ടത് ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെടെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ സഹോദര താഴേക്ക് എഴുതിയിരിക്കുന്ന വാക്കുകൾ എഴുതിയിരിക്കുന്ന സങ്കീർത്തന പുസ്തകത്തിൽ അവൻ്റെ അങ്ങനെ കുറച്ച് എഴുതിയിരിക്കുക. പത്രോസ് എഴുതിയിരിക്കുന്ന കാര്യം എഴുന്നേറ്റിട്ട് കാര്യം ചുരുക്കി പറയാം.
സ്തോത്രം. ഇതൊക്കെ എഴുന്നേറ്റിട്ട് പറയുകയാണ്, കാലങ്ങൾക്ക് മുമ്പ് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം നിവർത്തിയാകണം. സ്തോത്രം. നിവർത്തിയാകും. ഇപ്പം സംഭവിച്ചതൊക്കെ സംഭവിച്ചു. പക്ഷേ സ്തോത്രം, തിരുവെഴുത്തിൽ പറയുന്ന പല കാര്യങ്ങളും നിവർത്തിയാകാൻ കിടക്കുന്നുണ്ട്. അതിവിടെ നിവർത്തിയാകണം. സ്തോത്രം. ഇത്രയും നേരം ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കാത്ത ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിന്തയുണ്ടായി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട കാര്യം ഈ കൂട്ടത്തിനകത്ത് നിവർത്തിയാകണം. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, സഭയോടുള്ള ബന്ധത്തിൽ നമ്മളോട് ഇനി ആരും ഇവിടെ വന്ന് തലേ കൈവച്ച് നിങ്ങൾ പ്രവചിച്ചില്ലെങ്കിലും, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളിൽ എന്ത് നടക്കുമെന്ന് സ്വർഗസ്ഥനായ ദൈവം എഴുതി വച്ചിട്ടുണ്ട്. സ്തോത്രം. നിങ്ങൾ കർത്താവിനെ ആരാധിക്കുന്ന സഭയിലേക്ക് ലോകത്തെ വിട്ട്, നിങ്ങളുടെ പഴയ വഴികളെ വിട്ട്, ഉപദേശത്തിൻ്റെ തെറ്റായ മാർഗങ്ങളെ വിട്ട് സത്യ ഉപദേശത്തിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ സ്തോത്രം, നിങ്ങളിൽ എന്ത് നടക്കണമെന്ന് സ്തോത്രം സ്വർഗസ്ഥനായ ദൈവം എഴുതി വച്ചിട്ടുണ്ട്. തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറണം. സ്തോത്രം. ദൈവത്തിനായി ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ പറയാം. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇങ്ങനൊരു വാക്ക് ബൈബിളിലുണ്ട്, സുപരിചിതമായിരിക്കുന്ന വാക്ക് പറയാം. അവങ്കലേക്ക് നോക്കിയവർ, എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രകാശത്തിൽ. ആ വാക്ക് മാത്രം എടുക്കാം. തിരുവെഴുത്ത് എഴുതി വെച്ചിരിക്കുക, ആരെങ്കിലും ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ അവൻ പ്രകാശിതനാകണം. അതിന് ഒരാൾ വന്ന് തലേ കൈവയ്ക്കേണ്ട അലംഘനീയമായ, കാലങ്ങൾക്ക് മായ്ക്കാൻ കഴിയാത്ത, ചരിത്രത്തിന് മാറ്റാൻ കഴിയാത്ത, ലോകത്തിലെ മുഴുവൻ ദുർഭൂത ശക്തികൾ ഒരുമിച്ച് നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ വന്ന് പാർത്താലും സ്വർഗസ്ഥനായ ദൈവം എഴുതി വെച്ചു, ആരെങ്കിലും എന്നെ മുഖത്തേക്ക് നോക്കിയാൽ അവൻ പ്രകാശിക്കണം. അത് അലംഘനീയമായ വചനമാണ്. ഇതുപോലെ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, നിന്നെ ദൈവമായ കർത്താവ് ഒരു സ്ഥാനത്ത് കൊണ്ടിരുത്തുമ്പോൾ, അവിടെ ദൈവം നിന്നെ നിർത്തുമ്പോൾ, നിന്നെ ഒരു ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ, നിന്നെ ഒരു സഭയുടെ ഭാഗമാക്കുമ്പോൾ, നിന്നോട് ജോലി രാജിവെച്ച് ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നിൽക്കാൻ പറയുമ്പോൾ എന്ത് സംഭവിക്കണമെന്ന് സ്വർഗസ്ഥനായ ദൈവം ഇപ്പോൾ തീരുമാനിച്ചതല്ല. നീ അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോഴേ, നിന്നെ ദൈവത്തിന് വേണ്ടി വേർതിരിച്ചപ്പോഴേ ഇന്നതൊക്കെ സംഭവിക്കണമെന്ന് സ്വർഗസ്ഥനായ ദൈവം നിർണയിച്ചിട്ടുണ്ട്. ഈ നിർണയം നടക്കണമെങ്കിൽ നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ് തിരുവെഴുത്ത് എഴുതിയിരിക്കുന്ന കാര്യം നിവർത്തിയാകാൻ തുടങ്ങുന്നത്. പത്രോസിന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സഹോദരന്മാരെ, തിരുവെഴുത്ത് നിവർത്തിയാകേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. യൂദയുടെ കാര്യത്തിൽ നടന്നു, അത് തിരുവെഴുത്തിൽ പറഞ്ഞതാണ്. ബാക്കിയുള്ളതോടെ പൂർണ്ണമാകണം. ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം, ഈ പ്രാർത്ഥനയ്ക്കിടയിൽ തിരുവെഴുത്ത് നിവൃത്തിയാകും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ളത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന തിരുവെഴുത്താണ്. ആ തിരുവെഴുത്ത് നിന്റെ ജീവിതത്തിൽ നിവർത്തിയാകുന്ന ഒരു ഉപവാസമായി ഈ ഉപവാസം തീർന്നാൽ നിനക്ക് വിരോധമായി വന്ന പല കാര്യങ്ങളും നിന്റെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നിനക്കെതിരെ ഉണ്ടാക്കിയ സകല കെട്ടുകഥകളും നിനക്ക് നന്മയ്ക്കായി വ്യാപരിക്കും. നിനക്ക് വിരോധമായി എഴുതിയ സകല രേഖകളും, സ്തോത്രം, ദൈവത്തെ നീ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തെ നീ വിശ്വസിക്കാൻ തുടങ്ങിയാൽ തിരുവെഴുത്ത് എഴുതിയിരിക്കുന്നത് നിവർത്തിയാകണം. മിനിങ്ങാന്ന് വന്ന പ്രവചനമല്ല, നിന്നോട് ആരോ പറഞ്ഞ ദൂതല്ല, നിന്നെക്കുറിച്ച്, സഭയെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവം എഴുതിയിരിക്കുന്ന തിരുവെഴുത്ത് നിവർത്തിയാകുന്ന പ്രാർത്ഥനയായി ഈ പ്രാർത്ഥനയെ മാറ്റണം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ രാവിലെ വായിച്ച വാക്യത്തിനകത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു, പുസ്തക ചുരുളിൽ, 40-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിലാണ്, പുസ്തക ചുരുളിൽ നിന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചു, നമുക്ക് വേണ്ടി എഴുതിയ വചനമുണ്ട്. സ്തോത്രം. പൗലോസിൻ്റെ ജീവ ചരിത്രത്തിൽ നിന്ന് ഞാൻ 13-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തിയിൽ വായിച്ചു കേൾപ്പിച്ചു, ഇത് ദൈവം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമേ തിരുവെഴുത്തിലുണ്ട്. അത് നിവർത്തിയാകണം. വെറുതെ നടന്നാൽ നിവർത്തിയാകില്ല. ആരുടെയെങ്കിലും പുറകെ നടന്നാൽ നിവർത്തിയാകില്ല. ചില ദിവസങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ,
അപ്പോൾ പ്രാർത്ഥന നടക്കുന്ന കാലത്ത് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ മറുപടി ഞാൻ പറയാം. സ്തോത്രം, പുതിയ പുതിയ ദൂത് കിട്ടിക്കൊണ്ടിരിക്കുന്നല്ല, പണ്ട് പറഞ്ഞിരിക്കുന്ന വചനം നിവർത്തിയാകും. സ്തോത്രം, ഇത് സഭയുടെ പ്രാർത്ഥന നടക്കുന്ന കാലമാണെങ്കിൽ നവംബർ മാസം 4-ാം തീയതി മുതൽ 24-ാം തീയതി വരെ സർവശക്തൻ്റെ പാഠപീഠത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ച് ഇവിടുത്തെ സഭയുടെ പ്രാർത്ഥന നടക്കുന്ന കാലമാണെങ്കിൽ അതിനോട് ചേർന്ന് വരുന്നവരോട് പറയാം, ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കാലത്ത് സ്വർഗം പറഞ്ഞിരിക്കുന്ന ചില വചനം നിവർത്തിയാകും. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് സ്വർഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വചനം നിന്റെ മേൽ നിവർത്തിയാകണം. ഒരു ബാധയും നിന്റെ കൂടാരത്തോട് അടുക്കില്ല എന്ന് തിരുവെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചുറ്റിക്കറങ്ങി നടക്കുന്ന പല ബാധകളും നിന്റെ കൂടാരം വിട്ട് മാറിപ്പോണം. യേശുവിൻ്റെ നാമത്തിൽ വചനം നിവർത്തിയാകുന്ന പ്രാർത്ഥനയായി ഈ കാലത്തെ മാറ്റണം. എത്ര പേർ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ സ്വീകരിച്ചുകൊണ്ട് പറയും, എൻ്റെ കർത്താവേ, തിരുവെഴുത്ത് നിവർത്തിയായാൽ ഒരു ദൂതും വേറെ നമുക്ക് അഡീഷണലായി കിട്ടിയില്ലെങ്കിലും ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സും കിട്ടിയില്ലെങ്കിലും തിരുവെഴുത്ത് നിവർത്തിയായാൽ എത്ര ഭയങ്കരമെന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. തിരുവെഴുത്ത് നിവർത്തിയാകണം. രണ്ടാമത് ആ കാലഘട്ടത്തിൽ നടന്ന കാര്യം പറയാം. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക അവിടെ കേട്ടോ. കുറേ ദിവസമായിട്ട് മാളികമുറിയിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, തിരുവെഴുത്തിന് നിവർത്തി വരണം, അതുകൊണ്ട് നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കണം. സ്തോത്രം. അങ്ങനെ തിരുവെഴുത്തിൻ്റെ നിവർത്തിക്ക് വേണ്ടി അവർ ആഗ്രഹിക്കുക. അത് നടപടിയിലേക്ക് വരിക. അതിൻ്റെ നടപടി താഴെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യൂദ ഒഴിഞ്ഞു പോയ സ്ഥാനത്തേക്ക് ഒരാൾ വരണം. സ്തോത്രം, ഒരാൾ വരണം. അതാര് വരണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അന്ന് വരെ അപ്രസക്തനായിരുന്ന, സുവിശേഷങ്ങളിലെങ്ങും ഒരു പരാമർശവും ഇല്ലാതിരുന്ന, സ്തോത്രം, മുൻനിരയിലേക്ക് വരുമെന്ന് യാതൊരു വിചാരവും ഇല്ലാതിരുന്ന മത്തിയാസ് എന്ന് പറയുന്ന ഒരാളെ ലോകത്തിലെ അല്ലെങ്കിൽ ക്രൈസ്തവ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിരയാണ് 12 അപ്പോസ്തലന്മാരുടെ നിര. അതിൻ്റെ താഴെയാണ് ബാക്കി ഇനി ആരുള്ളൂ. ഞാൻ പറയുന്നത് ശരിയാണോ? ഏറ്റവും ക്രൈസ്തവ സഭയുടെ ഓരോ നിരകളെ നോക്കുക. എൻ്റെ ഏറ്റവും മുമ്പിൽ സ്തോത്രം പുത്തനാം യെരൂശലേമിൻ്റെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഏറ്റവും ഫ്രണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിര 12 അപ്പോസ്തലന്മാരുടെ നിര. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇന്ന് ലോകത്തിലൊക്കെ പല പ്രസിദ്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്തോത്രഹാലോ. ഇപ്പോൾ ഈ നോട്ടീസിൽ തന്നെ ഒരു വലിയ നിരയുണ്ട്. ഇത്രയും ദൈവദാസന്മാർ ഈ വർഷത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നൊരു നിരയാണത്. സ്തോത്രം. എത്രയോ ശുശ്രൂഷകന്മാരുള്ള കേരളത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ പ്രത്യേക നടത്തിപ്പിൻ പ്രകാരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്തൃദാസന് പേര് പറഞ്ഞ് വിളിക്കാൻ തോന്നിയത്. സ്തോത്രം. അപ്പോൾ അങ്ങനെ ദൈവമായ കർത്താവ് ഒരു നിര എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. ഈ നിരയിലേക്ക് ഏറ്റവും വലിയ നിര 12 അപ്പോസ്തലന്മാരുടെ നിരയാണ്. സ്തോത്രം. പത്രോസ് യോഹന്നാനൊക്കെ പടകും വലയൊക്കെ വിട്ടിട്ട് കുറേ നാളായി കർത്താവിൻ്റെ കൂടെ ശാസനയൊക്കെ കേട്ട് രാവും പകലും വീട്ടിൽ പോകാതെ മഞ്ഞും മഴയും കൊണ്ട് നടന്ന ആളുകളാണ്. പക്ഷെ ഒരിക്കലും വിചാരിക്കാത്തൊരു മനുഷ്യൻ, മത്തിയാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സ്തോത്രം. ആരാകണമെന്നോർത്തിരിക്കുമ്പോൾ 2 പേരെ മുന്നോട്ട് കൊണ്ട് നിർത്തി. സ്തോത്രം. ഞറക്കിട്ടു. ഞറക്ക് മത്തിയാസിന് വീണു. ഒരു പ്രതീക്ഷയില്ലാത്തവനെ ലോകത്തിലെ ഏറ്റവും വലിയ നിരയിലേക്ക് ദൈവം എത്തിച്ചു എന്ന് ആ കാലത്തിൻ്റെ പ്രത്യേകത. ഒരു കൂട്ടം ആളുകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു കൂട്ടം ആളുകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അപ്രതീക്ഷിതമായി ഒരു സാധ്യതയുമില്ലാത്ത ഒരുവനെ ദൈവം ഏറ്റവും മുമ്പിൽ കൊണ്ടുവന്നു. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നീ പോലും വിചാരിക്കാത്ത ചില മാന്യതയുടെ സ്ഥാനത്തേക്ക്, നീ പോലും ചിന്തിക്കാത്ത ചില വേദികളിലേക്ക്, നീ പോലും വിചാരിക്കാത്ത ചില നിരയിലേക്ക്
പരിശുദ്ധ ദൈവം നിന്നെ നേരെ മാറ്റി നിർത്തി. നീ ഏറ്റവും പുറകിലായിരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ ആ ഭാഗം വായിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഈ പുള്ളി മിനിങ്ങാന്നങ്ങാണ്ട് വന്ന ആളല്ല. അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയുണ്ട്, പത്രോസ് ആ കാര്യം അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. സഭാ മുമ്പിലേക്ക് അദ്ദേഹത്തെ അവതരിപ്പിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, യേശുക്രിസ്തുവിന്റെ സ്നാനം മുതൽ. അങ്ങനെ ഒരു വാക്ക് അവിടെ ഇല്ലേ നോക്കിയേ, അവിടെ 21-ാം വാക്യം. യേശു യോഹന്നാന്റെ സ്നാനം മുതൽ, ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മളെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. അപ്പോൾ അതിനുള്ള യോഗ്യത ഇതാണ്, യേശുക്രിസ്തു സ്നാനമേക്കുന്നു. സ്തോത്രം. 3.5 വർഷങ്ങൾക്ക് മുമ്പ് യേശു സ്നാനമേറ്റ അന്ന് മുതൽ ഇപ്പം പുനരുത്ഥാനം ചെയ്തു കഴിഞ്ഞ ദിവസം. സ്തോത്രം. അന്ന് വരെ ഞങ്ങളുടെ കൂടെ നടന്നവൻ ഒരുവൻ. അപ്പോൾ ഇന്നും ഇന്നലെ വന്നതല്ല, കുറേ നാളായിട്ട് ഈ പുള്ളി ഇവരുടെ പുറകെ നടക്കുക. എന്നും പ്രാർത്ഥനയ്ക്ക് എന്നും കൂടെ നടക്കുന്ന കുറേ പേർ അവരപ്രസക്തരായിരുന്നു. പക്ഷെ സ്വർഗസ്ഥനായ ദൈവത്തിന് പ്രസാദം തോന്നി പ്രാർത്ഥിക്കുന്ന കാലത്ത് ആരും അറിയാത്തവനെ മുമ്പിൽ കൊണ്ടുവരണമെന്ന്. രാത്രി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ സ്വപ്നത്തിൽ വിചാരിക്കാത്തൊരു സ്ഥാനത്തേക്ക് പ്രാർത്ഥനയിൽ സജീവമായിരിക്കുന്നെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിച്ച് പറയുന്നു, പലതരം ആളുകൾ ഒരുപക്ഷെ യോഗത്തിൽ കണ്ടേക്കാം. ഏതെങ്കിലും പ്രത്യേകതരം ശുശ്രൂഷകന്മാർ വരുമ്പോൾ മാത്രം വരുന്നവർ കണ്ടേക്കാം. അവരൊക്കെ വന്ന് കണ്ട് സ്തോത്രം ചെയ്ത് പോട്ടെ, നല്ല കാര്യം. പക്ഷേ ഇന്ന് രാത്രിക്കാലം ഞാൻ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയാ. തുടർമാനമായ ഒരു സഭയോട് ചേർന്ന് പ്രാർത്ഥനയിൽ തുടർന്ന് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത വേദിയിലേക്ക്, നിങ്ങൾ വിചാരിക്കാത്ത സ്ഥാനത്തേക്ക്, നിങ്ങൾക്ക് അർഹതയില്ലാത്ത മണ്ഡലത്തിലേക്ക് പരിശുദ്ധനായ ദൈവം നിങ്ങളെ കൊണ്ടുവരുവാൻ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിങ്ങളെ കൊണ്ടുവരുവാൻ സ്വർഗസ്ഥനായ ദൈവത്തിന് സാധ്യതയുണ്ട്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? നിന്റെ മകൻ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു കൊച്ചു കമ്പനിയിലെ ജോലിക്കാരനായിരിക്കാം. നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീട്ടിൽ ഒരുവനെ ഉന്നതന്മാരുടെ നിരയിലേക്ക് കൊണ്ടുവരുവാൻ സ്വത്രം ദൈവത്തിന് കഴിയത്തില്ലേ? ഏറ്റവും പുറകിൽ കിടക്കുന്ന, പലവട്ടം പരീക്ഷ എഴുതിയിട്ട് പരാജയപ്പെട്ട, പല പ്രാവശ്യം പല കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ട് ഒന്നും നടക്കാതെ തിരിച്ചു വന്ന നിന്നെ, ആരും അറിയാതെ കിടക്കുന്ന നിന്നെ, ഏറ്റവും പുറകിൽ കിടക്കുന്ന നിന്നെ സ്വർഗസ്ഥനായ ദൈവത്തിന് ഉന്നതന്മാരുടെ നിരയിലേക്ക് കൊണ്ടുവരാൻ പ്രാർത്ഥിക്കുന്ന കാലത്തിന് കഴിയുമെന്ന് ദൈവാത്മാവ് ഈ ഭാഗം കുത്തിക്കുറിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ തന്നത് ഇന്ന് രാത്രി ഇവിടെ വന്ന് ദൈവത്തിന്റെ അരുളപ്പാടായി നിങ്ങളോട് പങ്കുവെക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരുപാട് പേരെ ദൈവം എങ്ങനെ അർഹതയില്ലാത്ത നിരയിൽ കൊണ്ടുവന്നു. ഒത്തിരി ആളുകളെ ഏറ്റവും നല്ല നിരയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ആദ്യം പറഞ്ഞ ആമുഖത്തിൽ പറഞ്ഞ രൂത്തിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. രൂത്ത് വന്നത് കാലപെറുക്കാനാണ്. പക്ഷെ ദൈവം അവളുടെ നിര മാറ്റി. കാലപെറുക്കുകളുടെ നിരയിലായിരുന്നു അവള്. പക്ഷെ ദൈവം അവളെ വയലിൻ്റെ ഉടമയുടെ ഭാര്യയുടെ നിരയിലേക്ക് ഉയർത്തി. സ്തോത്രം. രൂത്ത് വയലിൽ വന്നത് ബോവസിൻ്റെ ഭാര്യയാകാനായിട്ടല്ല, ആ നിരയിൽ വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, വിശ്വസിക്കാൻ പറ്റുന്നതല്ല. യൗവനത്തിൽ ഭർത്താവ് മരിച്ച നിരാശ മനസ്സിനകത്ത് കയറി പ്രായമുള്ള അമ്മയെ വീട്ടിലിരുത്തിയിട്ട് രണ്ടുപേരുടെ ഉദരപൂരണത്തിന് വേണ്ടി വയലിൽ കിടക്കുന്ന കാലപെറുക്കാൻ വേണ്ടി വന്നവളെ സ്വർഗസ്ഥനായ ദൈവം കാലപെറുക്കുകാരുടെ നിരയിൽ നിന്ന് വയലിൻ്റെ ഉടമസ്ഥൻ്റെ നിരയിലേക്ക്, അവൻ്റെ വീട്ടിലേക്ക് മാറ്റാം ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രികാലം ഇതിൻ്റെ പുറകിലെ നിരയിലിരിക്കുന്ന നിന്നെ, ഈ തിരുവനന്തപുരം ജില്ലയിലെ ശുശ്രൂഷകന്മാരുടെ ഏറ്റവും പുറകിലെ നിരയിൽ നിൽക്കുന്ന നിന്നെ കൃപ തന്ന്, അഭിഷേകം തന്ന്, ശുശ്രൂഷ തന്ന്, അധികാരം തന്ന്, ആത്മബലം തന്ന് മുൻനിരയിലേക്ക് കയറ്റി നിർത്താൻ
വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രികാലം ഈ പ്രാർത്ഥന നടക്കുന്ന കാലം വൃഥാവാക്കരുത്. 4 പ്രസംഗം എഴുതി വെച്ച് പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. 24-ാം തീയതി എങ്ങനെയെങ്കിലും ആയിട്ട് കൂട്ടിലടക്കപ്പെട്ട പക്ഷിയെ തുറന്നു വിടുന്നത് പോലെ പോകാൻ ആഗ്രഹിക്കരുത്. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 9-ാം ദിവസമാണ്, ചിലപ്പോൾ 10-ാം ദിവസം, ചിലപ്പോൾ 12-ാം ദിവസം, ചിലപ്പോൾ 16-ാം ദിവസം, ചിലപ്പോൾ 20-ാം ദിവസം. എൻ്റെ ദൈവം നിന്നെ നീ കിടക്കുന്ന സ്ഥാനത്ത് നിന്ന്, നീ കിടക്കുന്ന പാട്ടുകുഴിയിൽ നിന്ന്, നീ കിടക്കുന്ന പിന്നാമ്പുറത്ത് നിന്ന് സ്വർഗം നിന്നെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ കൃപ തന്നാൽ, ദൈവത്തിന്റെ വരം തന്നാൽ, ദൈവത്തിന്റെ അഭിഷേകം തന്നാൽ മുമ്പിലേക്ക് വരുത്തുവാൻ ദൈവത്തിന് കഴിയില്ലേ? സ്വർഗസ്ഥനായ ദൈവത്തിന് അത് കഴിയാതിരിക്കുമോ? ദൈവത്തിന് കഴിയും. എത്രയോ പേര് ദൈവം നിരമാറ്റിയിരിക്കുന്നു. അടിമയായി വന്നതാണ് ബാബിലോണിൽ. സ്തോത്രം. മൊർദെഖായിയുടെ ഒക്കെ കൂടെ എസ്തേർ. അവിടെ പേര് തന്നെ അങ്ങനെയല്ലായിരുന്നു. സ്തോത്രം. ഒരിക്കൽ പോലും 127 സംസ്ഥാനങ്ങളുള്ള ഒരു വലിയ രാജ്യം. 127 സംസ്ഥാനങ്ങൾ എന്നല്ല എഴുതിയിരിക്കുന്നത്, 127 നേഷൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. 127 രാജ്യങ്ങൾ കൂടുന്ന ഒരു രാജ്യം. പണ്ട് ബ്രിട്ടീഷുകാർ സ്തോത്രം ലോകം ഭരിച്ചുകൊണ്ടിരുന്നു. ഇന്ത്യ അടക്കം ഒരുപാട് രാജ്യങ്ങളെ കൂട്ടിച്ചേർത്ത് അവരുടെ കീഴിൽ കോളനികളാക്കി എന്നതുപോലെ ലോകത്തിലെ 127 രാജ്യങ്ങൾ ഒന്നിച്ച് ചേർത്ത് ഭരിക്കുന്ന ഒരു രാജാവ്. ആ രാജാവിൻ്റെ കൊട്ടാരത്തിൽ രാജാവിൻ്റെ പള്ളിയറയ്ക്കകത്ത് ഭാര്യയായി ചെല്ലുമെന്ന്, ആ നിരയിൽ വരുമെന്ന് ഈ നാട്ടിൽ അടിമയായി വന്നപ്പോൾ സ്വപ്നത്തിൽ വിചാരിച്ചതാണോ ഈ സ്ത്രീ? സ്തോത്രം. ഞാൻ എന്നോ പ്രസംഗിച്ചൊരു ദൂതിൻ്റെ ഒരു ഭാഗം ഇതിനകത്ത് ചേർത്ത് പറയാം. എൻ്റെ ദൈവത്തിന് നിര മാറ്റി നിർത്തുന്നൊരു സ്വഭാവമുണ്ട്. അടിമയുടെ നിരയിൽ നിന്നവനെ സ്തോത്രം രാജ്ഞിയുടെ നിരയിലേക്ക് മാറ്റുന്ന ദൈവം. കാലാപറയ്ക്ക് നടന്നവളെ വയലിൻ്റെ ഉടമയുടെ നിരയിലേക്ക് മാറ്റുന്ന ദൈവം. സ്തോത്രം. 20 വെള്ളിക്കാശിന് ഇസ്മായേലിലെ കച്ചവടക്കാരുടെ സ്തോത്രം കച്ചവട ചരക്കായി ഒരടിമയായി മിസ്രൈമിൽ വന്ന യോസേപ്പിനെ സ്തോത്രം ഹല്ലേലൂയ ഫറവോന്റെ നിരയിൽ ഒരു സിംഹാസനം ഉണ്ടാക്കിയിട്ടിട്ട് ആ സിംഹാസനത്തിൽ, അങ്ങനെയല്ലേ വചനത്തിൽ വായിക്കുന്നത്? സ്തോത്രം ഹല്ലേലൂയ. ഫറവോൻ ഇരിക്കുന്ന സിംഹാസനത്തിന്റെ പൊസിഷൻ എവിടാണോ അതേ സ്ഥാനത്തൊരു സിംഹാസനം ഉണ്ടാക്കിയിട്ട് ആ നിരയിലേക്ക് സഹോദരങ്ങൾ വിറ്റുകളഞ്ഞവനെ മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയി ഉന്നതന്മാരുടെ ആട്ടിടയന്റെ നിരയിൽ കിടന്നവനെ, അടിമ ചരക്കായിട്ട് വന്നവനെ രാജ്യഭരണം കയ്യിൽ കൊടുത്ത് സ്തോത്രം ഹല്ലേലൂയ പാണ്ഡികശാലയുടെ താക്കോൽ കൂട്ടം കൊടുത്ത് ഫറവോന്റെ നിരയിലേക്ക് ഉയർത്തുന്ന ദൈവം ഇന്ന് രാത്രി മത്യാസിന് പുറകിൽ കിടന്നവനെ അപ്പോസ്തോലിക നിരയിലേക്ക് കൊണ്ടുവന്ന ദൈവം ഈ പ്രാർത്ഥനയിൽ ആരെയൊക്കെയോ വലിച്ചോണ്ട് വരുന്നുണ്ട് മുൻനിരയിലേക്ക് കയറ്റി നിർത്താൻ. ആരായിരിക്കും അത്? ആരായിരിക്കും അത്? ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നീ ഒരുപക്ഷേ ഇന്ന് രാത്രി ഇവിടെ വന്നത് കർത്താവിന്റെ സന്നിധാനത്തിൽ സ്തോത്രം ഹല്ലേലൂയ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി വന്നതായിരിക്കാം, ഒരു പ്രത്യേക വിഷയത്തിനായി വന്നതായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി സ്വർഗം നിന്നോട് പറയുന്നു, നിന്നെ ഇവിടെ കൊണ്ടുവന്ന മഹാദൈവം നിന്നെ നിരമാറ്റി നിർത്തും. നീ ഇന്ന് വരെ ജീവിച്ച സ്ഥാനത്തായിരിക്കില്ല, നീ ഇന്ന് വരെ ആരാധിച്ചവരുടെ കൂടെ ഞാൻ കടത്തി പറയുന്നു, ഒന്നും മറച്ചു വെക്കാതെ പറയുന്നു, ഇന്ന് വരെ നീ ആരാധിച്ചവരുടെ കൂടെ ആയിരിക്കില്ല. ഞാൻ നിന്നെ നോക്കി പ്രവചിച്ചു പറയുന്നു, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ദൂതന്മാരെ പോലെ, മാലാഖമാരെ പോലെ, സാറാപ്പുകളെ പോലെ ആത്മാവിൽ പറന്നു നിന്ന് ആരാധിക്കുന്നവരുടെ നിരയിലേക്ക് ഇന്ന് രാത്രി സ്വർഗം നിന്ന് പൗരോഹിത്യ അടിമത്തത്തിൽ നിന്ന് ആത്മാവിന്റെ നിരയിലേക്ക് സ്വർഗം നിന്നെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഈ കാലം ചില കഷ്ടങ്ങൾ കയറി വന്നത്, ചില പ്രയാസങ്ങൾ കയറി വന്നത്, നിന്നെ ചിലര് സ്വന്തം ബ്ലാക്ക് മെയിൽ ചെയ്തത്, നിന്നെ ചിലര് മറിച്ചിട്ടത്, യോസഫ് നിന്റെ നേരെ മാറി നിന്നെ മാനിപ്പാനാണെന്ന്
പോരാ, നിങ്ങൾക്ക് ആ സന്തോഷം വരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. കർത്താവ് എന്നോട് പറയുന്നു, നിന്റെ ജീവിതം നീ തീരുമാനിച്ചാൽ അങ്ങനെ ഇരിക്കും. ഇന്ന് രാത്രി ദൈവത്തിന് തീരുമാനിക്കാൻ വിട്ടുകൊടുക്കാമോ? ദൈവത്തിന് തീരുമാനിക്കാൻ വിട്ടുകൊടുക്കാമോ? സ്വർഗം നിശ്ചയിച്ചാൽ പോലും ഞാൻ വിട്ടുതരത്തില്ലെന്ന് വാദിച്ച് നിൽക്കുന്നവരാരെങ്കിലും ഇന്ന് രാത്രി യോഗത്തിന് ഈ സഭയ്ക്കകത്തുണ്ടോന്ന് എനിക്കറിയില്ല, ഓൺലൈനിൽ ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ദൈവം നിങ്ങളെ വിരൽ ചൂണ്ടി പറയുന്നു, നിന്നെ നിരമാറ്റാൻ പോകുകയാണ്. മത്യാസേ, നീ കുറെ നാളായി ഇതിന്റെ പുറകെ പുസ്തകം പിടിച്ച് നടക്കുക. ആരും അറിയാത്തവനായി ഈ കൂട്ടത്തിനകത്ത് ഞങ്ങളാരും അറിഞ്ഞില്ല. പത്രോസ് പറയുന്നു, യേശു സ്നാനപ്പെട്ട അന്ന് മുതൽ ഞാൻ ഈ ചെറുപ്പക്കാരനെ എല്ലാ യോഗത്തിനും കാണുന്നതാണ്, നമ്മുടെ എല്ലാ മീറ്റിങ്ങിനും കാണുന്നത്. ഹല്ലേലൂയ! ആർക്കിന്ന് രാത്രി പ്രാഗൽഭ്യമുണ്ട്? ആ സാക്ഷ്യം കേട്ടോ? നമ്മുടെ വെള്ളിച്ചായന്റെ കൊച്ചുമോനാന്നല്ല പറഞ്ഞത്, നമുക്ക് സഭയ്ക്ക് സ്ഥലം തന്നവന്റെ സ്വോത്ര ഹല്ലേലൂയ മരുമോനാന്നല്ല പറഞ്ഞത്. പിന്നെയോ, യേശുവിന്റെ സ്നാനം നടന്ന അന്ന് മുതൽ എല്ലാ യോഗത്തിലും, കഷ്ടത്തിലും, പ്രയാസത്തിലും, ദുഃഖത്തിലും, ദുരിതത്തിലും, കടലിലും, കരയിലും, ഗദരദേശത്തിലും, ഗലീലയിലും, യഹൂദയിലും, എല്ലായിടത്തും, എല്ലാ യോഗത്തിലും. സ്തോത്രം. അങ്ങനെ ആരെങ്കിലും ഇന്ന് രാത്രി ഇതിനകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ വരെ വരാൻ പറ്റിയില്ലെങ്കിൽ ഓൺലൈനിലുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്തോത്രം. യേശു എവിടെയുണ്ടോ അവിടെ എല്ലാം പോയി പ്രാർത്ഥിക്കുന്നവർ, അവിടെ എല്ലാം കർത്താവിൻ്റെ പുറകെ നടക്കുന്നവർ, എവിടെ പാട്ടും പ്രാർത്ഥനയുണ്ടോ അവിടെയൊക്കെ പോകുന്നവർ, എവിടെ അഭിഷിക്തന്മാർ വരുന്നുണ്ടോ അവ ടെൻറ്റിൻ്റെയൊക്കെ കീഴെ ചെല്ലുന്നവർ, അങ്ങനെയുള്ള ആരെങ്കിലും ഇന്ന് രാത്രി ഇതിനകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ പ്രസംഗം പതുക്കെ തെന്നി മാറുന്നത് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വേറൊന്നാണ്, പക്ഷെ ദൈവാത്മാവിൻ്റെ വ്യാഖ്യാനം നിന്റെ ഇഷ്ടമല്ല ഇവിടെ പറയേണ്ടതെന്ന് ശാസനയുടെ രൂപത്തിൽ സ്വർഗം എന്നോട് പറഞ്ഞിട്ട് പറയുന്നു. ഹല്ലേലൂയ! ആർക്കും പിടികൊടുക്കാത്ത, ആരും തിരിച്ചറിയാത്ത ചിലരെൻ്റെ പിന്നാലെ കഴിഞ്ഞ 3 കൊല്ലമായി 5 കൊല്ലമായി എവിടെയൊക്കെ പ്രാർത്ഥനയുണ്ടോ, എവിടെയൊക്കെ യോഗമുണ്ടോ, അവിടെയൊക്കെ ഒരു അവസരം കിട്ടിയാലും ഇല്ലെങ്കിലും, അത് ഹല്ലേലൂയ, അത് തിരുനക്കര മൈതാനത്താണെങ്കിലും, അത് സ്വോത്ര കോവളത്താണെങ്കിലും, ബാലരാമപുരത്താണെങ്കിലും, കാട്ടാക്കടയാണെങ്കിലും, നെയ്യാറ്റിൻകരയാണെങ്കിലും, എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം കർത്താവിന്റെ പിന്നാലെ നടക്കുന്ന ചിലരെ എൻ്റെ ദൈവം മുൻനിരയിൽ കൊണ്ടുവരുന്ന കാലമാണിത്. ഇത് നിന്റെ കാലമാണെന്ന് രാവിലെ മുതൽ സ്വർഗം പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ആ ഊർജം മുഴുവൻ എടുത്ത് ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് ഏറ്റെടുത്ത് പറയണം, എന്റെ കർത്താവേ, ഞാനാണത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവിൽ ഇന്നത്തെ വ്യാഖ്യാനം ഞാൻ പറയുകയാണ്. ചിലരുടെ സഭക്കാർ യോഗം നടത്തിയാൽ മാത്രമേ പോകത്തുള്ളൂ, ചിലർ വന്നാൽ മാത്രമേ പോകത്തുള്ളൂ. പക്ഷെ മത്യാസ് അങ്ങനെയല്ല, എല്ലാ യോഗത്തിലും പോകും. അന്ന് മുതൽ പത്രോസിൻ്റെ സാക്ഷ്യം കേട്ടോ, യേശു സ്നാനപ്പെട്ട അന്ന് മുതൽ ഇവനെ ഞാൻ പല യോഗത്തിൽ കണ്ടിട്ടുണ്ട്, ഇവനെ ഞാൻ പല ഉപവാസത്തിൽ കണ്ടിട്ടുണ്ട്, ഇവിടെ ഞാൻ പല യോഗങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഗിരിപ്രഭാഷണം നടന്ന അന്ന് ആ മലഞ്ചെരിവിൽ ഇവനെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിക്കാലം ഹല്ലേലൂയ 5 അപ്പം കൊണ്ട് 5000 പേരെ പുലർത്തി അന്ന് സ്വോത്ര ഇവൻ അപ്പം തിന്നാൻ വന്നവരുടെ കൂട്ടത്തിലല്ല, നമ്മുടെ കൂട്ടത്തിൽ അവൻ ഉണ്ടായിരുന്നു. യേശുവിനോട് മുട്ടി ഉരുമി അവൻ ഉണ്ടായിരുന്നു. സ്വോത്ര ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മത്തായി 24-ാം അധ്യായത്തിൽ അന്ത്യകാല സംഭവങ്ങൾ കർത്താവ് തന്റെ അരിമ ശിഷ്യന്മാരോട് പറയുമ്പോൾ അതിനിടയിൽ ഈ മത്യാസ് ഉണ്ടായിരുന്നു. ആരും അറിഞ്ഞില്ല. യോഹന്നാൻ 14 വിടവാങ്ങൽ പ്രസംഗം യേശു നടത്തുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ അവൻ ഉണ്ടായിരുന്നു. ആരും അറിഞ്ഞില്ല. സ്തോത്രം, ഹല്ലേലൂയ. യേശു ക്രൂശിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എമ്മൗസിലേക്ക് ചിലർ പോയില്ലേ? ഇനി ഇവിടെ നിന്നിട്ട് കഥയില്ലെന്ന് പറഞ്ഞ് പോയില്ലേ? സ്തോത്രം. അങ്ങനെ പലരും പിരിഞ്ഞു പോയിട്ടും പോകാത്ത ഒരുത്തൻ ഇതിനിടയിലുണ്ട്. ഞാൻ പറയുന്നത് ശരിയാണോ? ഒരുത്തൻ്റെ ഇടയിലുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. 10 ദിവസങ്ങൾക്ക് മുമ്പ് കർത്താവിനെ ഒലിവുമലയിൽ നിന്ന് യാത്രയാക്കി. സ്തോത്രം, ഹല്ലേലൂയ. കേൾക്കണേ നിങ്ങൾ. സ്തോത്രം, കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: 500-ൽ പരം ആളുകളാണ് യേശു ക്രിസ്തുവിനെ യാത്രയാക്കാൻ വേണ്ടി ഒലിവുമലയിൽ തടിച്ചുകൂടിയത്. ഗലീല പുരുഷന്മാർ.
അങ്ങനെ അവിടെ ദൂതന്മാർ വന്ന് വിളിച്ചത്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ആ ഭാഗം പൗലോസ് പിന്നീട് എഴുതുന്നുണ്ട്. 500-ൽ പരമാളുകൾ നോക്കി നിൽക്കെ യേശു സ്വർഗാരോഹണം ചെയ്തു. അപ്പം 500ഓടത്തോളം ആളുകൾ എൻ്റെ സഹോദരന്മാരെ യേശുവിനെ യാത്രയാക്കാനുണ്ടായിരുന്നു. ഒലുമലയെന്ന് അവരെ യാത്രയാക്കിയിട്ട് മാളിക മുറിയിലേക്ക് എത്ര പേര് വന്നു? പറ. 100. ബാക്കി 380 എന്ത് ചെയ്യും? യാത്രയാക്കാൻ 500 പേര് ആൾക്കാർ വന്നല്ലോ. ബാക്കി 350 എന്ത് ചെയ്യും? അവർ ട്രെയിൻ പോയപ്പോൾ വീട്ടിൽ പോയതുപോലെ യേശു പോയപ്പോൾ അവർ പറഞ്ഞു, ഇനി ഇവിടെ നിന്നിട്ട് കഥയൊന്നുമില്ല. അവർ പലരും പോയിട്ടും ആ കൂടെ പോകാത്തൊരു ചെറുപ്പക്കാരൻ ഇവിടെ ഉണ്ട്. സ്തോത്രം. അവന് ഞറക്ക് വീണ ആ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. രാത്രി കുറേ നാളായിട്ട് ഒരവസരം ആരും തരാറില്ല, പ്രാർത്ഥിക്കാൻ പോലും ആരും തരാറില്ല അവസരം. സ്തോത്രം. ഒരു വേദിയിലും പ്രസംഗിക്കാൻ അങ്ങേക്ക് അവസരം കിട്ടാറില്ല. സ്തോത്രം. എഴുതി ആരോടോ ഞാൻ പ്രവചനം പോലെ പറയുക, ഡയറി കുറിപ്പുകൾക്കകത്തൊരവസരം കിട്ടിയാൽ 1.5 മണിക്കൂർ നിന്ന് പ്രസംഗിക്കാനുള്ള സംഭവം നിൻ്റെ കയ്യിൽ. പക്ഷെ ആരും അവസരം തരാറില്ല, ആരും നിന്നെ യോഗത്തിന് വിളിക്കാറില്ല. നീ വീട്ടിൽ, ഞാൻ അമ്മമാരോട് പറയാം, തേങ്ങിക്കരയുന്നവരോട്, നീ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടാൽ കൂടെ ഇരുന്നൊരു ആമയും പറയാൻ പോലും ആരും വരാറില്ല. എന്നിട്ട് നീ പിടിവിടാതെ ദൈവത്തിന് വേണ്ടി ആന തടി പിടിക്കുന്നത് പോലെ ചില വിഷയങ്ങൾക്ക് വേണ്ടി പിടിച്ചു നിന്നെങ്കിൽ, എൻ്റെ കർത്താവ് പറയുന്നു, ഈ പ്രാവശ്യത്തെ പ്രാർത്ഥന കാലം മാറുകയാ. ഈ നവംബറിൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് സ്വർഗസ്ഥനായ ദൈവം ആരും അറിയാതെ പോയ ചില പ്രാർത്ഥനക്കാരെ, ആരും അറിയാതെ പോയ ഹല്ലേലൂയ ചില കൃപയുള്ളവരെ, വരമുള്ളവരെ, ആർക്കും വേണ്ടാതെ എന്തൊക്കെയോ സ്വത്ര പോരായ്മകൾ നിന്നെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെടാതെ തള്ളപ്പെട്ടവരെ പോലെ മാറ്റിക്കളഞ്ഞ ചിലരെ തുടർമാനമായി നീ ദൈവത്തിന്റെ കൂടെ നിൽക്ക്. സ്വർഗം നിന്നെ ഉയർത്തിക്കൊണ്ടുവരും. ദൈവം അതിന് വിശ്വസ്തന. അപ്പോൾ ഒന്നാമത്തെ കാലം ഇനിയുണ്ട്, അതിന് പറഞ്ഞാൽ ഒത്തിരിയുണ്ട്. പക്ഷേ സമയം അനുവദിക്കാത്തതിൻ്റെ പേരിൽ 1-2 എങ്കിലും പറഞ്ഞില്ലെങ്കിൽ അതിന് മോശമാകുമല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ അടുത്ത കാര്യത്തിലേക്ക് വരാം. സ്തോത്ര. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തത്, ഈ പുസ്തകത്തിലെ ആദ്യത്തെ കാലം 1:15. ആ കാലത്തിൻ്റെ ചില പ്രത്യേകതകൾ. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് ഒത്തിരി ഭാരം അവർക്കുണ്ടെങ്കിലും അവർ തുടർമാനമായി പ്രാർത്ഥിക്കാനിരുന്നു. അങ്ങനെ ഒരു ചെറിയ പ്രാർത്ഥനയൊക്കെ തുടർമാനമായിട്ടുണ്ടായാൽ അതിനിടയിൽ ദൈവപ്രവൃത്തി ആരംഭിക്കും. വചനം നിവൃത്തിയാകാൻ തുടങ്ങും. ഏറ്റവും പുറകിൽ കിടന്ന ചിലരെ ദൈവം മുമ്പിൽ കൊണ്ടുവരും. ആ കാലത്താണ് അതിപ്രധാനമായ കാര്യം നടന്നത്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ആ കാലത്തിൻ്റെ, അത് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം ആ കാലത്ത് നടന്ന ഒട്ടനവധി കാര്യമുണ്ട്. സ്തോത്രം. ആ കാലം ചരിത്രം മാറ്റി. ആരും അറിയാതെ ഒതുങ്ങിപ്പോയവരെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ ശബ്ദം പുറത്ത് കേട്ടു. അങ്ങനെ വേണമല്ലോ പഠിക്കാൻ. അവരുടെ ശബ്ദം, ആർത്ത് വിളിയും ആരാധനയും പുറത്ത് കേട്ടപ്പോൾ യെരൂശലേം ദേവാലയത്തിലാന്ന് പറയുന്നു, പെരുന്നാളിന് വന്ന ആളുകൾ ഓടിക്കൂടി. അവരോട് പത്രോസ് പ്രസംഗിച്ചു. അന്ന് 3000 പേര് സ്നാനമേറ്റു. ആരെയോ പേടിച്ച് ഒതുങ്ങിപ്പോയവരെ പുറത്തു കൊണ്ടുവരുന്ന കാലമാണിത്. ഈ നെയ്യാറ്റിൻകരയിലും പരിസരത്തും എവിടെയോ കാര്യങ്ങളൊക്കെ അറിയാം, സത്യം അറിയാം. യേശു വരുന്നതിനേക്കാൾ മുമ്പ് അവരെ ഒന്ന് മുമ്പിൽ കൊണ്ടുവരണം കർത്താവിന്. സഭ ഇന്ന് രാത്രി ജാഗ്രതയോടെ ഇരുന്നോളണം. ചിലരെ കർത്താവ് പിടിച്ച് കൈ തരാൻ പോകുകയാ. കർത്താവിൻ്റെ ആത്മാവ് ചെയ്യാൻ പോകുകയാ. മത്യാസിനെ പോലെ പുറകിൽ ഒതുങ്ങിപ്പോയ ചിലരെ, എവിടെയോ ഒളിച്ചും പാത്തും പോയി സ്നാനപ്പെട്ട ചിലരെ എൻ്റെ കർത്താവ് സഭയ്ക്ക് തരാൻ പോകുകയാ. വിശ്വസിച്ചേറ്റെടുത്തോളണം. നാളെ എന്നേക്കാൾ ശക്തനായൊരു പ്രഭാഷകൻ വരുമ്പോൾ ഇത് തട്ടിക്കളഞ്ഞിട്ട് അതിൽ കയറി പിടിക്കരുത്. ഒരു വചനവും കളയരുത്. ഇന്ന് വചനം കിട്ടുന്നവർ ഭാഗ്യമുള്ളവരാ. സ്വർഗം പറയുന്നു, ഒതുങ്ങിപ്പോയ ചിലരെ, കർത്താവിന്റെ പിന്നാലെ നടക്കുന്ന ചിലരെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുകയാണ് ദൈവം. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒത്തിരി കാര്യം നടന്നു. രണ്ടാമത്തതൊന്ന് വായിച്ചേക്കുക. 6-ാമത്തെ അധ്യായത്തിൻ്റെ സ്തോത്രം 1-2 വാക്യങ്ങളാണ്. 6-ാമത്തെ അധ്യായത്തിലേക്ക് വരിക. 6-ാമത്തെ അധ്യായത്തിൽ എന്താ എഴുതിയിരിക്കുന്നു നോക്കി. 6-ാമത്തെ അധ്യായം. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ, തങ്ങളുടെ വിധവമാരെ, ഞാൻ പറഞ്ഞു വിടാം, പരിചയമുള്ള ഭാഗമാണല്ലോ.
ആ ഭാഗം ശ്രദ്ധിച്ചോളണം കേട്ടോ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: രണ്ടാമത് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ആ കാലത്ത് എന്ന് പറഞ്ഞു തുടങ്ങുന്നത് 6-ാം അധ്യായത്തിലാണ്. 1:15 ശേഷം 2-ാം അധ്യായമുണ്ട്, 3-ാം അധ്യായമുണ്ട്, 4-ഉണ്ട്, 5-ഉണ്ട്. അതിനകത്ത് സംഭവ ബഹുലമായിരിക്കുന്ന ഗംഭീരമായിരിക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടൊരിടവേളയ്ക്ക് ശേഷം മറ്റൊരു കാലം പ്രത്യക്ഷമാകുകയാണ്. പാസ്റ്റർ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. സഭ ഇങ്ങനെയായിരിക്കും. കുറച്ച് നാൾ നമ്മൾ എന്നൊക്കെ ചെയ്താലും സഭ ഇങ്ങനെ ഒരു താളത്തിൽ പോവും. സ്തോത്രം. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ചിലപ്പോൾ അന്ന് സ്നാനപ്പെടാനൊന്നും ആരും വരികയില്ല. ചിലപ്പോൾ ഒരു കൊല്ലമായിരിക്കും, 1.5 കൊല്ലമായിരിക്കും. യോഗവും പ്രാർത്ഥനയൊക്കെ നടക്കും, അങ്ങനെ പോവും. 1:15 കഴിഞ്ഞിട്ട് പിന്നെ പല കാര്യങ്ങളും നടന്നു. പിന്നെ ഒരു കാലം വരുന്നത് 6:1-ലാണ്. 2-3 അധ്യായങ്ങൾ നിശബ്ദമായിരിക്കും, സംഭവങ്ങൾ നടക്കും. പക്ഷെ അടുത്തൊരു കാലം വരികയാണ്. ആ കാലത്തിൻ്റെ പ്രത്യേകത അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആ കാലത്ത് ചില ഉറക്കെ പറഞ്ഞു പഠിച്ചത് നിങ്ങൾ. ഈ പ്രസംഗത്തിൻ്റെ പകുതി ഇരിക്കുന്നത് നിങ്ങളുടെ അല്ല. ചിലടൊക്കെ ഉറക്കെ പറഞ്ഞു പഠിക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കുന്നവർക്കൊരു ഒരു സന്തോഷമുണ്ട്. ഇവിടെ നിൽക്കുന്നവൻ തന്നെ മേശരിയും മേക്കാട്ടും എല്ലാം ഞാൻ തന്നെ ആയാൽ 11 മണി ആയാലും പണി തീരുകയില്ല. അപ്പം സ്തോത്രം. മനസ്സിലായി? പാട്ട് പാടുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ പ്രസംഗിക്കുമ്പോഴൊക്കെ ആ കൂടെ ഇച്ചിരി ചാന്തൊക്കെ കൂട്ടി തരുവാണെങ്കിൽ കെട്ട് വേഗം അങ്ങ് തീരും. മനസ്സിലായല്ലോ? പിന്നെ ഞങ്ങളുടെ മാസം ഇയാളെ വിളിച്ചതല്ലേ, ഇയാൾ തന്നെ കട്ട ചുമ്മിക്കോ, ഇയാൾ തന്നെ ചാന്ത് കൂട്ടിക്കോ, ഇയാൾ തന്നെ കെട്ടിക്കോ, വൈകുന്നേരം ആകുമ്പോൾ കൂലിയും പിടിച്ചിട്ട് പൊക്കോ എന്നുള്ള മനോഭാവമാണെങ്കിൽ സ്തോത്രം ഈ കാലത്തെങ്കിലും കെട്ട് തീരുകയില്ല. അപ്പോൾ ചില ഉറക്കൊക്കെ പറഞ്ഞ് പഠിക്കുകയാണെങ്കിൽ അതിനകത്തൊരു എന്താ പറയുക, ഒരു താളം ഉണ്ടാവും. സ്തോത്രം. അപ്പം ആ ഭാഗത്തിൻ്റെ പ്രത്യേകത നോക്കണം. 6-ാം അധ്യായം. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ, ആ വാക്ക് പ്രത്യേകതയുള്ളതാട്ടോ. സഭാ വളർച്ചയുടെ ഒരു പ്രത്യേകതയാണ്. സ്തോത്രം. ആദ്യത്തെ കുറേ നാൾ ഇങ്ങനെ 1, 2, പിന്നെ 3, 4 അടങ്ങ് പോവും. ഒരു ലെവല് കഴിയുമ്പോൾ രാവിലെ പറഞ്ഞ പോലെ കർത്താവ് വേറൊരു ഗീറങ്ങിടും. ആ ഗീറിലേക്ക് വീഴുമ്പോൾ പിന്നെ 1, 2, 2, 3, 3, 5 ആവുകയല്ല, അവിടെ എഴുതിയിരിക്കുന്നു പെരുകുകയാണ്. സ്തോത്രം. പെരുകുക എന്ന് പറഞ്ഞാൽ 1+1 അല്ല. സ്തോത്രം. 4x4. സ്തോത്രം. 16x16. അങ്ങനെ പെരുകാൻ തുടങ്ങിയ. ഞാൻ നിങ്ങളോട് പറയാം, സഭയെ ഉപദ്രവിക്കാതിരിക്കുകയാണെങ്കിൽ സഭയുടെ മഹത്വം കാണിച്ചു തരും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പം സഭ എന്ന് പറയുന്നതിനെ നമുക്ക് മാക്സിമം അങ്ങ് വളർത്താൻ ശ്രമിക്കണം. സ്തോത്രം. അത് പാടിയതൊത്തില്ല, നോക്കിയതൊത്തില്ല, സാരി ഉടുത്തപ്പോൾ ഇറങ്ങിപ്പോയി, കയറിപ്പോയി, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സഭയെ അങ്ങ് ഒതുങ്ങും. അതിനർത്ഥം സാരി ഉടുക്കാതെ വരണം എന്നല്ല, അങ്ങനെ പറഞ്ഞേക്കരുത്. മനസ്സിലായല്ലോ? പക്ഷെ ഈ വക കാര്യങ്ങൾക്കെല്ലാം ഇങ്ങനെ അളവുകോലും പിടിച്ച് 1000 നല്ല കാര്യം ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു കൊച്ചു കാര്യത്തിൽ കടിച്ചു തൂങ്ങിയാൽ സഭ എന്നും അങ്ങനെ കിടക്കും. സഭയ്ക്കകത്ത് രാഷ്ട്രീയം കയറ്റാതിരുന്നാൽ, സഭയ്ക്കകത്ത് ജഡീകം കയറ്റാതിരുന്നാൽ, സഭയ്ക്കകത്ത് ലോകത്തെ കയറ്റാതിരുന്നാൽ, സഭയ്ക്കകത്ത് നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയ്ക്ക് മാറ്റം വരുത്താതിരുന്നാൽ സഭയുടെ സ്വഭാവം കാണിച്ചു തരും. ഞാനിവിടുത്തെ സഭയോടാണ് പ്രവചിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചോളണം. ഈ കാലം സഭയുടെ സ്വഭാവം കാണിക്കാൻ പോകുന്ന കാലമാണ്. സ്തോത്ര. ഹല്ലേലൂയ. നിന്നോട് ചോദിച്ചില്ലേ ഇതാണോടാ സഭയെന്ന്? സ്തോത്രം. ആ കാലത്തൊക്കെ തല കുനിക്കാതെ പിടിച്ചു നിന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വെളിപ്പാടിൽ പറയാം, നീ പിടിച്ചു നിന്നത് നന്നായി. സഭയുടെ സ്വഭാവം കാണിക്കാൻ പോകുക. ഒരു ലെവല് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടിയാല. എവിടെന്നാ വരുന്നതെന്നൊന്നും നമുക്ക് പിടികിട്ടിയാല. അതുകൊണ്ട് സ്തോത്രം, ഒരു കൊച്ചു ഹോളിനകത്ത് ആള് സ്തോത്ര കസരക്കത്തിൽ അകത്തി വലിച്ചിട്ട് അതിനകത്ത് ഒരു സെറ്റപ്പ് കണ്ടുകൊണ്ട് നമ്മൾ തൃപ്തരാകരുത്. സഭയുടെ തനതായ സ്വഭാവം കാണിക്കണം. അതിലേക്ക് വന്നാൽ സംഭവം മാറും. ആർക്കും പിടിക്കാൻ പറ്റുകയില്ല. വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം. സ്തോത്രം. 3 രീതിയിലാണ് വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. ആദ്യം വിമാനം അവിടെ കിടക്കുക, എല്ലാവരും കയറ്റി കഴിയുമ്പോഴത്തേക്കും എയർ ഹോസ്റ്റസിലെ ഏറ്റവും ടോപ്പായിരിക്കുന്ന ആൾ പറയും ബോർഡിങ് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാൽ
ടിക്കറ്റ് എടുത്ത് എല്ലാവരും വണ്ടിക്കകത്ത് കയറി. അപ്പോൾ പൈലറ്റ് പറയും ഡോർ ക്ലോസ് ചെയ്തേക്കാൻ പറയും. ഡോർ ക്ലോസ് ചെയ്തു. ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ വിമാനത്തിന് തന്നെ അനങ്ങാൻ പറ്റിയല്ല, റിവേഴ്സ് ഗിയറില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരു പാണ്ടി ലോറി പോലത്തെ ലോറിക്കുടെ അറ്റത്തൊരു കമ്പ് വെച്ചിട്ട് വിമാനത്തിൻ്റെ ഫ്രണ്ട് വീലിലേക്ക് ഘടിപ്പിച്ചിട്ട് ഇത്രയും വലിയ വിമാനത്തെ നമ്മുടെ പാണ്ടി ലോറി തള്ളിക്കൊണ്ട് നടക്കും. വിമാനത്തിൽ കയറിയിട്ടുള്ള കണ്ടല്ലേ, അങ്ങനെയല്ലേ? സ്തോത്രം. എത്ര വലിയ വിമാനമാണെങ്കിലും അനങ്ങണമെങ്കിൽ ആദ്യം നമ്മുടെ ചേട്ടൻ വരണം. മനസ്സിലായോ? ഇത് വെച്ചിട്ട് ഇത് പതുക്കെ തള്ളും. ലോറി തള്ളി 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 ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് കഴിയുമ്പോൾ വിമാനം പറയും മതി തള്ളിയത്. 45 കൊല്ലമായിട്ടും തള്ളിക്കൊണ്ട് നടക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് കേട്ടോളണം, തള്ളു നിർത്തുക ദൈവം. ചിലർ അങ്ങനെ തള്ളിയാലേ എന്നും തള്ളണം. ഞായറാഴ്ച സഭായത്തിന് വരണമെങ്കിൽ തള്ളണം, വന്നാലൊരു സ്തോത്രം പറയണമെങ്കിൽ തള്ളണം. അയ്യോ, സഭ നടത്തുന്നവർക്കറിയാം എന്നാ പാടാന്നറിയാം. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിമാനത്തിൻ്റെ സ്വഭാവം കളിപ്പാട്ടം തള്ളിക്കൊണ്ട് നടക്കുമ്പോൾ എന്നും തള്ളിക്കൊണ്ട് നടക്കലല്ല. അതിനല്ല ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യത്തെ 2 കൊല്ലമൊക്കെ പലരുടെയും സഹായത്തിൽ സ്തോത്രം നിർവാഹമില്ലാത്തത് കൊണ്ട് ഞാൻ ശുശ്രൂഷകന്മാരോട് പറയാം, ആദ്യത്തെ 1-2 കൊല്ലമൊക്കെ വിചാരിച്ചതുപോലല്ല. കൃപയിലേക്ക് ഇറങ്ങിയപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ എന്നെയും തള്ളണമായിരുന്നു. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ പാസ്റ്റർ ഞാൻ ഒരു പ്രാവശ്യം മാത്രമാണ്, ഞാൻ പോട്ടെ പറയുന്നില്ല, പറഞ്ഞാൽ കരയും. എൻ്റെ ഓർമ്മയിൽ വന്നു, പക്ഷെ ഞാൻ പറയുന്നില്ല. ഒറ്റ പ്രാവശ്യം മാത്രം എൻ്റെ ഗതികേടിൻ്റെ ഒരു സമയത്ത് സ്തോത്രം ഞാൻ എൻ്റെ വീട്ടിലെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതിന് ശേഷം ബുദ്ധിമുട്ടുമുണ്ട്. സ്തോത്രം. ഒരു വലിയ മനുഷ്യൻ, ഞാൻ എങ്ങനെ പറയുന്നത്, സ്തോത്രം, വിദേശത്ത് നിന്ന് വന്ന എനിക്കറിയാവുന്ന മനുഷ്യനാണ്. അപ്പം എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്ത കാലം, ആ കാലഘട്ടങ്ങളിൽ സ്തോത്രം വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു 30 രൂപ കിട്ടിയാൽ എനിക്കൊരു സാധനം മേടിക്കായിരുന്നു, അതുപോലും ഇല്ലാത്ത കാലം. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ താമസ സ്ഥലത്ത് വെച്ചാണ് പിന്നെ ഷാജി എന്നോട് വിശേഷം സന്തോഷമായിരിക്കുന്നു. ഞാൻ ചോദിച്ചു, സാറേ എന്നോട് പറഞ്ഞു, ഷാജി എന്ന് ഞാൻ സുവിശേഷകര ഇന്ന സ്ഥലം. ഓ അങ്ങനെയാണോ, എന്നാൽ വീട്ടിലേക്കൊന്ന് വാന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ ലോട്ടറി അടിച്ചോലെ വിചാരിച്ചു. കാരണം എന്താ, ഞാൻ 30 രൂപയ്ക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് എനിക്ക് വളരെ പരിചയമുള്ള അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വന്നിരിക്കുന്ന ഒരാൾ കവലയിൽ വെച്ച് ഞാൻ സുവിശേഷ വേലയാന്ന് പറഞ്ഞപ്പോൾ വീട്ടിലേക്കൊന്ന് വാന്ന് പറഞ്ഞപ്പോൾ എന്നാ വിചാരിക്കണം മോനെ, ലോട്ടറി അടിച്ചു. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു, എനിക്കൊരു മോളുണ്ട്. പിന്നീട് ചോദിച്ചു കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ചു, എന്നെ കല്യാണം കഴിക്കുമ്പോൾ പറയുന്ന ആളാണ്. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ ഭാര്യയെ ഒരുക്കി, വണ്ടിയിലാകപ്പാടെ അറ്റപ്പറ്റ സ്കൂട്ടറുണ്ട്, അതിൻ്റെ അടിയിൽ ഇച്ചിരി പെട്രോൾ ഉണ്ടായിരുന്നു, അത് നോക്കി എൻ്റെ മോളെ ഒരുക്കി. ഞാൻ ഈ സാറിൻ്റെ വീട്ടിൽ ചെല്ലുക, പുള്ളി പിറ്റേ ദിവസം തിരിച്ചു പോവുക. അവിടെ ചെന്നപ്പോഴേ സാർ ആരാജി വന്നോ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ കുറേ പലരും ഉണ്ട്. അന്നത്തെ കാലം, ഇന്നേക്ക് 28 വർഷങ്ങൾക്ക് മുമ്പ്, 27 വർഷങ്ങൾക്ക് മുമ്പ് എന്നൊരാൾ അമേരിക്കയിൽ നിന്നൊക്കെ വന്ന ഭയങ്കരമാണ്. വന്നെങ്ങനെയൊക്കെ ഞാൻ കുറേ നേരം ഇരുന്നു. ഇപ്പം കൊച്ചു കിടന്ന് ഭയങ്കര കരച്ചിലും ബഹളും. ഇപ്പം എൻ്റെ വൈഫ് മിറ്റത്തെ കൂടെ എടുത്ത് നടക്കുക. അപ്പോൾ അവളും അടുത്തു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുറേ നേരമായി. ഇദ്ദേഹം അവിടെ ഇരിക്കാൻ വേണ്ടി പിന്നെ മൈൻഡ് ചെയ്യുന്നില്ല. കുറേ നേരം കഴിഞ്ഞു. അപ്പോൾ ഒരാൾ രസന കലയ്ക്ക് ഓരോ വെള്ളം കൊണ്ടു തന്നു. അതിന് കുടിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചു കിടന്നങ്ങ് കരച്ചിരുന്ന് ഭയങ്കര കരച്ചിൽ. അപ്പം ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ലോട്ടറി നമ്മൾ നോക്കിയിരിക്കുന്നത്, പുള്ളി വിളിക്കും, ഞാനൊരു കൊച്ചു പ്രാർത്ഥിക്കും, പുള്ളി ഒരു കവർ തരും, എൻ്റെ കാര്യം നടക്കും. പച്ചയ്ക്ക് പറയുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അവൾ മടുത്തു. ഇതിനെ കൊണ്ട് ഈ കൊച്ചങ്ങ് ഇരിക്കുകയല്ല. കുറേ നേരം, ഒരു 45-50 മിനിറ്റ്, 1 മണിക്കൂറിൻ്റെ അടുത്തായി. അപ്പം ഞാൻ പുള്ളി ഇരിക്കുന്ന അപ്പുറം ഇതാണ് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു, സാറേ എന്ന് ഞാനങ്ങ് പൊക്കോട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ആ പൊക്കോ ഷാജി, സന്തോഷം, പൊക്കോ. പട്ടി അടിച്ചോലെയായി. ലോട്ടറി അടിക്കാൻ ചെന്നാ ആ പൊക്കോളം പറഞ്ഞു. സത്യം, ഞാൻ വേദസ്ഥിതമില്ലെന്ന് പറഞ്ഞേ. ഞാൻ പ്രതീക്ഷിച്ചത് നടന്നില്ല. എൻ്റെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഇത്രയും നീളത്തിൽ പെട്രോളും പോയി. പുറത്തേക്ക് ഇറങ്ങി ഞാൻ മുന്നിൽ പോകാമെന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, വാസ്തവത്തിൽ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു എന്നോട്. എനിക്ക് ചമ്മലായി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഭാര്യയുടെ മുമ്പിൽ ചമ്മിപ്പോയ സംഭവമാണ്. കാരണം എന്തിനാ, ഞാൻ പറഞ്ഞു ഒന്നുമില്ല, അവിടെ തിരിച്ചു നമ്മുടെ സാറിനെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. ഭയങ്കര നിരാശ തോന്നി. അന്ന് വൈകുന്നേരം അപ്പം എനിക്ക് സഹിക്കാൻ പറ്റാതെയായി. ഞാൻ ആരും കാണാതെ കുറേ നേരം കരഞ്ഞു. അങ്ങനെ സത്യത്തിൽ ഞാൻ എൻ്റെ അന്നത്തെ വിഷമത്തിനകത്ത്
ഭാരത്തോടു കൂടി ഒരു 30 രൂപ എനിക്കുണ്ടായിരുന്നതിൽ എൻ്റെ അതിനു വേണ്ടി പ്രതീക്ഷ ചെന്നത് 50 രൂപ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ ചെല്ലാൻ പറഞ്ഞു ചെന്നു. ദൈവമാണ് ചെയ്തത്. ഞാൻ അദ്ദേഹത്തെ 1% പോലും കുറ്റം പറയില്ല. എന്നെ ദൈവം പാഠം പഠിപ്പിക്കുക. അന്ന് രാത്രി വിഷമം കൊണ്ട് കരഞ്ഞപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, മേലിൽ ഒരു മനുഷ്യൻ്റെ കയ്യിലെ 1 രൂപ പ്രതീക്ഷിച്ച് പോകരുത്. ഞാൻ സത്യമായി പറയുന്നു, ഇന്നും പറയുന്നു, പ്രാഗൽഭ്യത്തോടെ പറയുന്നു. പിന്നെ ഇന്ന് വരെയും ഏത് പൊന്നുമോൻ വന്നാലും 1 രൂപ ഇന്ന് വരെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ എന്നെ ദൈവം ജയത്തോടെ നടത്തിയിട്ടുണ്ട്. സ്തോത്രം. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. സ്തോത്രം. കർത്താവ് വലിയവനാണ്. ആ ദൈവത്തിനെല്ലാം നന്നായി ചെയ്യാനറിയാം. സ്തോത്രം. ഞാൻ ഈ ഭാഗത്തേക്ക് വരാം. ഞാൻ എൻ്റെ സാക്ഷ്യാനുഭവം പറഞ്ഞു തന്നൊക്കെയല്ലോ. സ്തോത്രം. ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, കർത്താവിൻ്റെ സഭ, ആ സഭയ്ക്ക് കൊടുക്കേണ്ട മാന്യത. വിമാനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണല്ലോ അല്ലേ, എന്നെയും ഇങ്ങനെ കുറേ പേര് ആദ്യകാലത്തൊക്കെ ഉന്തിക്കൊണ്ട് നടക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു സ്ഥിരം പണിയാക്കരുത്. ആദ്യകാലത്തൊക്കെ ബുദ്ധിമുട്ടും പ്രയാസമുള്ള സമയത്ത് ആരെങ്കിലുമൊക്കെ ഈ വണ്ടി ഉന്തും പോലെ ഉന്തി. പക്ഷെ അതിന് തഴമ്പിക്കരുത്. അതിൽ കുറച്ച് കഴിയുമ്പോൾ ആ സംഭവം പിടിക്കും. പിന്നെ വിമാനത്തിന് ഫ്രണ്ട് ഗിയറുണ്ട്. തന്നെ വിമാനം പോയി റൺവേ കയറും തന്നെ. പിന്നെ ആരും തള്ളണ്ട. നിലത്തെ കൂടെ പതുക്കെ പതുക്കെ ഓട്ടോ പോകുന്നതിനേക്കാൾ സ്പീഡ് കുറഞ്ഞ് പതുക്കെ പോയി റൺവേ കയറും. റൺവേ കയറി കഴിയുമ്പോൾ പൈലറ്റ് പറയും ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. ആ സമയത്ത് റൺവേയിലൂടെ മണിക്കൂറിൽ 400 കിലോമീറ്റർ സ്പീഡിൽ വിമാനം ഓടും. ഇത് രണ്ടാമത്തെയാണ്. അങ്ങനെ കുറേ നേരം ഓടി മതിലേ ചെന്ന് പിള്ളേർ യൂത്ത് ഫെസ്റ്റിവലിന് ഓടിയ പോലെ ഓടി നിൽക്കാനല്ല വിമാനം ഉണ്ടാക്കിയത്. അതിനൊരു 3ാമത്തെ സ്റ്റേജുണ്ട്. റൺവേയുടെ അങ്ങേ അറ്റത്ത് ചെല്ലുമ്പോൾ ഈ സാധനം തന്നെ അങ്ങ് പൊങ്ങും. പിന്നെ പിടിച്ചാൽ കിട്ടിയല്ല. ഇതുപോലെ 3 ലെവലുണ്ട്. ആദ്യത്തെ നീ ശുശ്രൂഷയിൽ നിന്നിൽ ദൈവം നടത്തുന്നുണ്ടോയെന്നറിയാൻ, സഭ ദൈവത്തിൻ്റെ നടത്തിപ്പിലാണോയെന്നറിയാൻ ഈ കൊച്ചു ഉദാഹരണം നോക്കിയാൽ മതി. എല്ലാവരെയും കുറച്ച് നാൾ ആരെങ്കിലും തള്ളിയേ പറ്റൂ. ഇവിടുത്തെ ഏത് വൻപന്മാരും ഈ തള്ളൽ നിമിത്തം റൺവേ കയറി. കുറച്ച് കഴിയുമ്പോൾ തന്നെത്താനെ പതുക്കെ സ്വന്തം കാലയിൽ ഓടാൻ തുടങ്ങി. അവിടം കൊണ്ട് നെകളിക്കാതെ, അവിടം കൊണ്ട് ഒതുങ്ങാതെ അവിടെ പിന്നെയും ദൈവകൃപയിൽ നിന്നാൽ ദൈവം നിന്നെ തറയിൽ നിർത്തത്തില്ല. പിന്നെ ഇതിൻ്റെ അടുത്ത സ്വഭാവം കാണിക്കും. അത് പിന്നെ തറയിലല്ല, ഇത്രയും പേരെ വലിച്ചുകൊണ്ട് കണ്ണെത്താത്ത ദൂരത്തിലേക്ക് ആരുടെയും പിടികൊടുക്കാതെ മറ്റൊരു തലത്തിലേക്ക് ആകാശ മേഘങ്ങളെ കീറിക്കൊണ്ട് മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു പൊങ്ങുക. പിന്നെ ഇത് ഓടുവല്ല, പറക്കുക. ദൈവാത്മാവ് ഇന്ന് രാത്രി എന്നോട് പറയുന്ന ഈ ഭാഗങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ വെളിപ്പാട് ഞാൻ പറയാം. നിന്റെ ജീവിതത്തിനൊരു 3ാം ഘട്ടമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്നൊരു പക്ഷേ നിങ്ങൾ 1ാം ഘട്ടത്തിലായിരിക്കും. സ്തോത്രം. ഈ യോഗം തീരുന്നത് എങ്ങനെ നടക്കും എന്നറിയില്ല. 4 പേരോട് വായ്പ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലായിരിക്കും 1ാം ഘട്ടം. അതൊന്നും സാരമല്ല ബ്രദറെ. കുറെ കഴിയുമ്പോൾ ഞങ്ങളൊക്കെ ഇതുപോലെ കടന്നു പോകും. കുറെ കഴിയുമ്പോൾ ആരോടും ചോദിക്കാതെ, ആരുടെ സഹായമില്ലാതെ നീ ഈ പ്രപഞ്ചത്തിൽ, നീ ഈ ട്രാക്കിലൂടെ തന്നെ ഓടാനുള്ള കൃപ ദൈവം നിനക്ക് തരും. നിന്റെ കയ്യിൽ നന്മ വരും. ആരുടെ സഹായം വേണ്ട. നീ പലിശക്കെടുക്കണ്ട. നീ ആരുടെ കടം മേടിക്കണ്ട. നീ ആരുടെ വള മേടിച്ച് പണയം വെക്കണ്ട. ദൈവം എന്നോട് പറയുന്നു ഈ കഷ്ടങ്ങൾ തീരുമെന്ന് പറയാൻ. ഈ കഷ്ടങ്ങൾ തീരുമെന്ന് പറയാൻ. അത് കഴിഞ്ഞ് നീ തന്നെ ഓടാൻ തുടങ്ങും. പക്ഷെ അവിടെയാണ് അപകട മേഖല. അവിടെ വെച്ച് നമ്മൾ നിഗളിക്കാം. അവിടെ വെച്ച് നമ്മൾ മതിയാക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനൊരു ഹോള് പണി ഞാൻ ഇതിനെ ഉദാഹരിക്കുക കേട്ടോ. സ്തോത്രം. നിങ്ങളെ ഞാൻ വട്ടം കയറി പറയുകയല്ല. ഇത്രയും ഒരു സ്തോത്രം. ഹല്ലേലൂയ. 70-80 അടി നീളവും 10-30 അടി വീതിയുള്ള ഹോള് പണിത് ഇതിനകത്ത് ആൾക്കാർ വരുമ്പോൾ ഇവിടം കൊണ്ട് തീർന്നെന്ന് വിചാരിക്കരുത്. കർത്താവിൻ്റെ സഭയ്ക്ക് അളവ് കുറിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയേല. ഹല്ലേലൂയ. ആര് പറഞ്ഞു ഇത്? സ്തോത്രം. ആര് പറഞ്ഞു 140 ഹോളിൽ ഒതുങ്ങുന്നു? ആര് പറഞ്ഞു? സ്തോത്രം. ഇത് 200 ഹോളിനകത്ത് ഒതുങ്ങുന്നു. ഇതിന്റെ സഭയുടെ തനതായ സ്വഭാവം കാണിക്കാൻ തുടങ്ങിയാൽ
സ്തോത്രം. പണ്ട് ബാലാക്ക് എന്ന് പറയുന്ന ഒരു രാജാവ് ദൈവജനത്തെ നോക്കിയിട്ട് ബിലയാമിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് ദൈവം ഇട്ടു തരുന്നത് പരിശുദ്ധാത്മാവിൽ മുക്കി ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് തരാം. ആ വാക്ക് ഇങ്ങനെയാണ്: ഇസ്രായേൽ ജനം വന്ന് കിടക്കുന്ന സമയത്ത് ബാലാക്ക് ബിലയാമിനെ വിളിച്ചിട്ട് പറയുക, എങ്ങാണ്ടെന്ന് വന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അടുത്ത വാചകം: അവർ കാളവയലിലെ പുല്ല് നക്കിയെടുക്കുന്നത് പോലെ നമ്മുടെ ജനത്തെ എല്ലാം നക്കിയെടുക്കും. വാക്ക് കേട്ടോ, കാളവയലിലെ പുല്ല് നക്കിയെടുക്കുന്ന പോലെ നമ്മുടെ പോച്ചയും പുല്ലും ചേനയും വാഴയും കടിച്ചു പറിക്കുമെന്നല്ല, നമ്മുടെ ആളുകളെയെല്ലാം നക്കിയെടുക്കും. ആ മനുഷ്യൻ പറഞ്ഞത് നമ്മൾ തമാശയിലെടുത്തു, പക്ഷെ അത് ആപ്റ്റായ കാര്യമാണ്. ദൈവജനം ഒരുമിച്ചും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കർത്താവിൻ്റെ സഭയെ പൊന്നുപോലെ നീ ആരാധിക്കുന്ന നിന്റെ സഭയാണ്. സ്തോത്രം. ഇതൊരു ക്ലബല്ല. ഞാൻ ആരോടൊന്നോ ദൈവത്തിൻ്റെ ആത്മാവിൽ പറയാം, ഇത് സ്തോത്രം പിള്ളേര് ചുമ്മാ ഓല കെട്ടി കളിക്കുന്ന സ്തോത്രം എന്താ പറയുക, കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്ന സ്ഥലമല്ല. ഇത് കർത്താവിൻ്റെ ചോര കൊണ്ട് സമ്പാദിച്ച ദൈവത്തിൻ്റെ തിരുസഭയാണ്. ഇതിന് കൊടുക്കേണ്ട മാന്യത കൊടുത്താൽ ഇതിനൊരു പോറലേക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പണ്ട് യോശുവയോട് ഇസ്രായേൽ ജനം പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ പറഞ്ഞാൽ ആമേൻ, അങ്ങനെ പറയാൻ തയ്യാറായാൽ ആത്മാവ് എന്നോട് പറയുന്നു, കാളവയലിലെ പുല്ല് നക്കിയെടുക്കുന്നത് പോലെ. സ്തോത്രം. ദൈവം ഇവിടത്തെ ദേശത്തെ വട്ടം പിടിക്കാൻ പറയും. ആന പിടിക്കുന്ന കണ്ടോ, തുമ്പിക്കൈ ചുറ്റിയിട്ടാ പിടിക്കുന്നേ. തുമ്പി കല്ലെടുക്കുന്ന പോലെ അല്ല. സ്തോത്രം. വട്ടം കയറി പിടിച്ച പിന്നെ പിടിപിടിയേല. ഈ ദേശം ഭരിക്കുന്ന ഏത് അന്ധകാര ശക്തിയാണെങ്കിലും, ഇതിൻ്റെ മേൽ അവകാശം പറയുന്ന ഏത് പുരാതന വ്യാപാരമാണെങ്കിലും, ഇന്ന് രാത്രി ദൈവത്തിന്റെ അഭിഷിക്തൻ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുന്നു, സ്വർഗം ഇതിനെ വട്ടം കയറി പിടിക്കാൻ പോകുകയാ. ദൈവം സഭയെ കൊണ്ടത് പിടിപ്പിക്കാൻ പോകുകയാ. ആർക്കും തടയാൻ പറ്റാത്തൊരു ഉണർവ്. ഹല്ലേലൂയ. പ്രാർത്ഥന നിർത്തരുത്, ആണ്ടിൽ ഒരിക്കലാക്കരുത്. ആര് വന്നാൽ പാസ്റ്റർ പ്രസംഗിച്ചാൽ മതിയെന്ന് എന്നൊന്നും അതിഥികൾ വേണ്ട. നീ തയ്യാറാണെങ്കിൽ കൃപ തരും. നീ തയ്യാറാണെങ്കിൽ കൃപ തരും. ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. ഞാൻ പഠിച്ച പാസ്റ്റോട് പറയാം, ഞാൻ പഠിച്ചു, ഇവർ കേൾക്കട്ടെ. ശ്രോത്ര, എനിക്ക് അപ്പുറത്തെ മുറി വെച്ച് പറയാം, പക്ഷെ ഞാൻ പറയാം, ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്, ഞാൻ പറയാം കേട്ടോ. ശ്രോത്ര, ഹല്ലേലൂയ. നമുക്ക് ഒരു കൊച്ചു സഭയും വെള്ളിയാഴ്ചത്തെ ഒരു പ്രസംഗവും ഞായറാഴ്ചത്തെ ഒരു പ്രസംഗവും മതിയെങ്കിൽ, സ്തോത്രം, നമ്മൾ ഒരാഴ്ച മുഴുവൻ പാറമട കിടന്ന് പണിയുന്ന പോലെ പണിതാലും ഈ 2 പ്രസംഗം കിട്ടുള്ളൂ. വേദപുസ്തകത്തിൻ്റെ മുമ്പിൽ കിടന്ന് പണിയുന്ന കാര്യം പറഞ്ഞു. ഉള്ള ലൈബ്രറിയും ഉള്ള പ്രസംഗികളുടെ പ്രസംഗക്കുറിപ്പ് എല്ലാം തപ്പിയാലും ആഴ്ച 2 പ്രസംഗം കഷ്ടിയേ കിട്ടുകയുള്ളായിരുന്നു. പക്ഷെ ഞാൻ ഈ പൗരുഷനിലൊക്കെ വന്നതിന് ശേഷം ഇപ്പം എനിക്കറിയില്ല ഒരു ദിവസം എത്ര പ്രസംഗം വേണമെന്ന്. സത്യം പറഞ്ഞ അഹങ്കാരമല്ല, ഒരു മിനിമം എനിക്കൊരു ചെറുതും വലുതുമായിട്ടൊരു 5 പ്രസംഗം ഇങ്ങനെ ശരാശരി ഉണ്ടാക്കി വെക്കണം ഒരു ദിവസം. സ്തോത്രം. പക്ഷെ ഇപ്പോൾ പാറ പിടിക്കും പോലെ പിടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ട് 9 പ്രസംഗം അപ്പുറം എന്നെ എഴുതി വെച്ചു. രാവിലെ പ്രസംഗിച്ച സ്ഥാനത്ത് നിന്ന് 9 എണ്ണം ഞാൻ അപ്പുറം ഇരുന്ന് എഴുതി വെച്ചു. ഇനി അതിൽ നിന്ന് വരും. കാരണം നമ്മൾ ഇതിന് മെനക്കെടാൻ ഇറങ്ങി, 2ഉം കൽപ്പിച്ച് ഇറങ്ങിയാൽ സ്വർഗം ഇതിൻ്റെ വാതിലങ്ങ് തുറന്നു വയ്ക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ അതിഥി പ്രസംഗിയരെ കൊണ്ട് ഞാൻ ഭാഷ കുറ്റം പറയാല്ല, പക്ഷെ എൻ്റെ വെളിപ്പാട് പറയുക. അതിഥി പ്രസംഗനോട് പ്രസംഗിപ്പിക്കത്തുള്ളെങ്കിൽ നമ്മളിവിടെ ഉണക്കലടിച്ചിരിക്കും. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, കർത്താവിൻ്റെ സന്നിധാനത്തിൽ തുടർമാനം പ്രാർത്ഥന വെക്കണം. ആരും വന്നില്ലെങ്കിലും നിങ്ങളൊക്കെ കയറി പ്രസംഗിക്കണം. ദാഹം ഉണ്ടെങ്കിൽ ദൈവം വചനത്തിന് വാതിൽ തുറക്കും. ലോകത്തിൽ ഒരു പുൾപ്പെറ്റിലും വെളിപ്പെടാത്ത പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടുകൾ ദൈവം ഈ പുൾപ്പെറ്റിൽ വെളിപ്പെടുത്തും. ഞാൻ ഈ പുൾപ്പെറ്റിനെ അനുഗ്രഹിച്ചിട്ട് പോവുകയാണ്. പക്ഷേ ഇന്ന് രാത്രി തുമ്പി കല്ലെടുക്കുന്ന പോലെയല്ല, ആന തടി പിടിക്കുന്നത് പോലെ ദേശത്തെ വട്ടം പിടിക്കാൻ ഇവിടത്തെ സകല ജാതി മതഭേദമന്യേ ചില കുടുംബങ്ങളെ, കൂട്ടമായി ചില പ്രദേശങ്ങളെ ഇനിയും സാധ്യത കിടക്കുന്നു. വട്ടം കയറി പിടിക്കാൻ ദൈവം തന്റെ സഭയെ പെരുകുമാറാക്കാൻ ദൈവത്തിന്റെ കൃപ.
ഹല്ലേലൂയ. അപ്പൊ സഭയുടെ സ്വഭാവമാണ്, സഭയുടെ രണ്ടാം ലെവലാണ് പെരുകാൻ തുടങ്ങുക. പെരുകാൻ തുടങ്ങുക. അതിന് വളർന്നു എന്നല്ല എഴുതിയത്, പെരുകി. ഇതിനകത്തേക്ക് ആരും മനുഷ്യൻ കൈ കടത്താതിരുന്നാൽ, ഇതിനെ ആരും പിടിച്ച് കെട്ടാതിരുന്നാൽ, ഏത് ദൈവത്തിൻ്റെ സഭയെ ഇതിനെ ആരും നശിപ്പിക്കാതിരുന്നാൽ, ഇതിൻ്റെ വളർച്ച ദൈവം കാണിച്ചു തരും. അതിനൊരു പാസ്റ്ററോ ഒരാളല്ല, ഇവിടെ സഭയോട് ബന്ധപ്പെട്ട എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് പറയണം, സ്തോത്രം, ഇതിനൊരു പോറലേക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല, ഇത് ചതയാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. അതിനകത്ത് ആരെങ്കിലും പറഞ്ഞാൽ സ്നേഹത്തോടെ, വഴക്കുണ്ടാക്കരുത്, സ്നേഹത്തോടെ പറയണം, കർത്താവിൻ്റെ സഭയാണ്, ഇതിനൊരു ഭയങ്കര മൂവ്മെൻ്റ് ഉണ്ട്, ഇതിൻ്റെ 3-ാം ഘട്ടം തുടങ്ങാൻ പോവുക. ഈ സമയത്ത് നീ ആയിട്ട് ഇത് നശിപ്പിക്കരുത്. ഈ സമയത്ത് നീ ചുമ്മാ ചോദിക്കാനും കൂട്ടിപ്പറയാനും ആ മനുഷ്യന് ടെൻഷൻ കൊടുക്കാനും പോയാൽ സംഭവിക്കാൻ പോകുന്നത് ഇതിന്റെ 3-ാം ഘട്ടത്തെ ബാധിക്കും. അത് സംഭവിക്കാതിരിക്കാൻ ദൈവം പരിഹരിച്ചോളും എന്ന് പറഞ്ഞു വിട്ട വിഷയം തീരും. അത് ചുമ്മാ ചൊറിഞ്ഞ് എരിവ് കയറ്റി കൊടുത്താൽ എത്രയോ കേരളത്തിലെ 100 കണക്കിന് സഭ വളർച്ച നിന്നുപോയി, മുരടിച്ചു പോയി. ഒന്നും നടക്കാത്ത വെറും എന്താ പറയുക, തുരുമ്പിച്ച സ്വത്ര സംഭവമായിപ്പോയി. ആരാ ഉത്തരവാദി? പിശാചോ? നാട്ടുകാരോ? ഈ പറയുന്ന ഒരു ശക്തിക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്ത ഒന്നാ ദൈവസഭ. നമ്മളായിട്ട് നശിപ്പിക്കാതിരുന്നാൽ ഇതിവിടെ ഒതുങ്ങിയല്ല. സ്തോത്രം, ദൈവം കൂട്ടിപ്പിടിക്കും. നീ ആ കാലത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു, അത് പറഞ്ഞു നിർത്താനേ സമയമുള്ളൂ. സ്തോത്രം, 6 കാര്യം പറയണം, 4 പറയുകയല്ല, സമയമില്ല. സ്തോത്രം, അതുകൊണ്ട് ഞാൻ ഈ 2-മത്തെങ്കിലും ഭംഗിയായിട്ട് പറഞ്ഞു നിർത്താം. ഒരു 6 ദിവസം പ്രസംഗിക്കാനുള്ള പ്രസംഗം കൊണ്ട് 6 കാര്യം 2-മത്തെ പറഞ്ഞു നിർത്താം. അങ്ങനെ സഭ പെരുകിയപ്പോൾ സഭയ്ക്കകത്തൊരു പ്രശ്നം ഉണ്ടായി. സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാവും. ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഉണ്ടാകാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ആ സഭയ്ക്കുണ്ടായത്. അതിലൊന്ന് ഇവിടെയാണ്, മറ്റൊന്ന് 15-ാം അധ്യായത്തിലാണ്. ഇത് ഡോക്ട്രിനൽ കോൺട്രഡിക്ഷൻ ആണെന്ന് പറഞ്ഞാൽ ഉപദേശപരമായിട്ട് ചില പ്രശ്നമുണ്ടായി. യഹൂദന്മാരിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾ അവർ ഇച്ചിരി ആഠ്യത്വമുള്ളവരാണ്. അപ്പം പൗലോസ് പോയി പ്രവർത്തിച്ച ജാതികളുടെ ഇടയിലാണ്. ജാതികളായിരിക്കുന്ന ആളുകൾ വിശ്വസിച്ചു, ഒരു യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് സ്നാനമേറ്റു, സഭയോട് ചേർന്നു. ഇപ്പം യഹൂദന്മാർ യെരുശലേമിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, കണ്ണി കാണുന്നവനെല്ലാം അങ്ങ് സഭയെ കൂട്ടുക. അങ്ങനെ പറയുന്നവർ എവിടെയുണ്ടോ? ഇരിപ്പ് കണ്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. യെരുശലേമിലെ യഹൂദന്മാർ പറഞ്ഞു, പുള്ളി പോട്ടെ, എല്ലാവരെയും അങ്ങ് വരുന്നവനെയൊക്കെ അങ്ങ് സ്നാനപ്പെടുത്തുക. അപ്പം ഇതിനൊരു നിയന്ത്രണം വേണം. എൻ്റെ പരിപാടി അവരവിടെ യെരുശലേമിനെ തീരുമാനിച്ചു. അങ്ങനെ ആരെങ്കിലും സ്നാനപ്പെടാൻ വരുന്നെങ്കിൽ സ്നാനപ്പെടും. നമ്മുടെ സഭയെ ചേർന്ന് പോകുന്നൊരു കാര്യം പറയണം, ആ പൗലോസിനോട് പറയണം, അങ്ങനെ വരുന്നവനെ മുഴുവൻ പെടുത്തരുത്. പിന്നെ എന്ത് ചെയ്യണം? മോശ പറഞ്ഞ ന്യായപ്രമാണം കൂടി അനുസരിച്ചിട്ട് വേണം സ്നാനപ്പെടാൻ. വേദപുസ്തകത്തിന് അപ്പോസ്തലപ്രവൃത്തി 15 പറയുന്നേ. ആ വരുന്നവനെ മുഴുവൻ മുഖ്യ സഭയെ കയറ്റം വരില്ല, നമുക്ക് ഒരഭിമാനമുണ്ട്. ഇത് വലിയ വിഷയമായി. ഇത് വലിയ സർക്കുലർ ഇറക്കുന്ന സമയം അപ്പോഴത്തേക്കും പൗലോസും ബർണ്ണബാസും കൂടി നേരെ ഒരാഴ്ചത്തെ ലീവ് എടുത്ത് യെരുശലേമിലേക്ക് വന്നു. സ്തോത്രം, അവരതിനു വേണ്ടി വാദിച്ചു. ഭാഗ്യവശാൽ അന്നത്തെ നേതൃത്വം മുഖപക്ഷമില്ലാത്തവരായിരുന്നതുകൊണ്ട് അവർ ദൈവാത്മാവിന് ബോധിച്ച കാര്യങ്ങൾ സ്തോത്രം വിശ്വസിക്കുന്നവരാകൊണ്ട് അവരൊരു വാക്ക് എഴുതി, ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്നവരുടെ മേൽ അധികം ഭാരം ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിന് തോന്നിയിരിക്കുന്നു. അത് തന്നെ ഞങ്ങൾക്കും തോന്നുന്നു. ആ വാക്കോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തോന്നി, കമ്മിറ്റി തീരുമാനിച്ചെന്നല്ല, 15-ാം അധ്യായത്തിനകത്താണ്. എനിക്ക് എല്ലാ വാക്കെടുത്താൻ സമയമില്ല. പരിശുദ്ധാത്മാവിന് തോന്നിയിരിക്കുന്നു. അതിനർത്ഥം എന്താ? നിന്റെ മേൽ ഭാരം വെക്കണമെന്ന് ലോകക്കാർ മുഴുവൻ തീരുമാനിച്ചാലും, ഇനി അങ്ങ് ഹെഡ്ക്വാർട്ടേഴ്സിലെ വല്യച്ചായന്മാർ മുഴുവൻ തീരുമാനിച്ചാലും, അന്ധകാര ശക്തിയുടെ പിടിയിൽ നിന്ന് യേശുവിനെ വിശ്വസിച്ച് ഇറങ്ങി വന്ന നിന്റെ മേൽ അധികം ഭാരം വെക്കരുതെന്ന് പരിശുദ്ധാത്മാവിന് തോന്നി.
ആര് വിജയിക്കും? ആര് വിജയിക്കും? നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, നിങ്ങൾക്ക് പേടി. ഞാൻ ആരോടോ വട്ടം കയറി പറയുക. നിങ്ങൾക്ക് പേടിയാണ് നിങ്ങളുടെ ജോലി പോകുമോ, നിങ്ങൾ അവരുടെ ഇങ്ങനെ പിടിവള്ളി പിടിച്ച് നിൽക്കുകയല്ലേ. അപ്പോൾ നിങ്ങൾ സ്നാനപ്പെട്ടാൽ, നിങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നാൽ ഉടനെ അവർ നിന്നെ സ്ഥലം മാറ്റുമോ, നിന്റെ മേലെ അധികം ഭാരം ചുമത്തുമോ? തീരുമാനിച്ചപ്പോഴത്തേക്ക് അവിടെ പരിശുദ്ധം എഴുതി വെച്ചു, എടാ ഈ ലോകത്തിലെ സകല കമ്മിറ്റിക്കാരും കൂടി അധിക ഭാരം ചുമത്തിയാലും കർത്താവിനെ വിശ്വസിച്ച് വന്നവന്റെ മേൽ അധികം ഭാരം ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിന് തോന്നിയിരിക്കുന്നു. രാത്രി ഞാൻ നിന്നോട് പറയാം, സ്തോത്രം, അന്ധകാര ശക്തികൾ നീ വിശ്വാസത്തിൽ വന്നതിന്റെ വെളിച്ചത്തിൽ നിന്റെ കൊച്ചു പഠിക്കാൻ പോയ സ്ഥലത്ത് 60 പിള്ളേരുണ്ടെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥന വിഷയം കേൾക്കുന്നതാ. 60 പിള്ളേർ ഒരു കാരണമില്ലാതെ 10 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് കൊച്ചിന് അഡ്മിഷൻ എടുത്തത്. അത്രയും പൈസ കൊടുക്കുന്ന, പക്ഷെ ഒരു കാരണമില്ലാതെ നമ്മുടെ കൊച്ചിനോട് മാത്രം അധ്യാപകർക്ക് ആർക്കാണ്ടർക്കും പ്രാർത്ഥനാ വിഷയം വരുന്നതാണ്. ഞാൻ അവിടെ പോയി തപ്പിയതൊന്നുമല്ല. അമ്മമാരും അതാ കൊച്ചു കരഞ്ഞോണ്ട് പറഞ്ഞു, എൻ്റെ പാസ്ത്രങ്ങളെ ഞാൻ എഴുതിയതാണ്, പക്ഷേ എന്നോട് മാത്രം മാർക്ക്, എന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, എൻ്റെ തിസീസ് അയാൾ വലിച്ചെറിഞ്ഞു. എന്തെന്നില്ല, ഒരു തരം പിശാചിൻ്റെ പ്രവൃത്തി. അപ്പം നിന്നെ കഷ്ടപ്പെടുത്തണമെന്നും നീ വിശ്വാസത്തിൽ വന്നതിൻ്റെ പേരിൽ നിന്റെ കുഞ്ഞിനെ കൊണ്ട് ആ അസാധാരണമായിരിക്കുന്ന ഭാരം ചുമത്തണമെന്നും ഏത് ഫാക്കൽറ്റിക്ക് തോന്നിയാലും പരിശുദ്ധാത്മാവിന് തോന്നുക നിന്റെ കൊച്ചിനെ പരീക്ഷ എഴുതിക്കാതെ വിദേശത്ത് വിടണമെന്ന് തോന്നിയാൽ അതേ ജയിക്കുള്ളൂ. ഒറ്റ ദിവസത്തേക്ക് നിയമം മാറ്റിയ ദിവസങ്ങളുണ്ട്. ഒരു ദിവസത്തെ ആ കൊച്ചു കടന്നു പോയി നിയമം മാറി. സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, ആരെയും പേടിക്കരുത്. നിന്റെ മേൽ ഭാരം ചുമത്തരുതെന്ന് ദൈവാത്മാവിന് തോന്നിയാൽ പിന്നെ ഇവിടത്തെ ഒരു ശക്തിക്കും അവരെന്തൊക്കെ അജണ്ടകൾ തയ്യാറാക്കിയാലും, അവരെന്തൊക്കെ കരുക്കൾ നീക്കിയാലും, അവരാർക്കൊക്കെ കൈക്കൂലി കൊടുത്താലും, അവരാരൊക്കെ എന്തൊക്കെ ചെയ്താലും സ്വർഗത്തിന് തോന്നി നിന്നെ കരയിപ്പിക്കരുത്. നിന്റെ കയ്യിൽ നിന്ന് 10 രൂപ മുടക്കരുത്. വണ്ടിക്കൂലി പോലും സർക്കാരിനെ കൊണ്ട് മുടക്കിക്കണമെന്ന് ദൈവത്തിന് തോന്നിയാലുണ്ടല്ലോ, അതേ നടക്കത്തുള്ളൂ. ഞാൻ ആത്മാവിന്റെ ദൂതായി പറയുന്നേ. സ്തോത്രം. അത് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം നിർഭാഗ്യകരമായി പോയി. പൗലോസും ബർന്നബാസും കൂടി ഉഗ്രവാദം ഉണ്ടായി. ആ വാദം മോശമായി പോയി. ബർന്നബാസിനെ പിന്നെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി കണ്ടിട്ട്, അത് ഞാൻ പറയുന്നില്ല, വിട്ടുകളാ. അത് സഭയുടെ പ്രശ്നമല്ല, എന്ത് പ്രശ്നം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം പറയാം. ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം എങ്ങനെയാണ്? സഭയിൽ ആളുകൾ പെരുകി തുടങ്ങിയപ്പോൾ അതിനകത്തൊരു ചെറിയ പ്രശ്നം. യവന ഭാഷക്കാരായ വിധവമാരെ, സ്തോത്രം, യഹൂദ ഭാഷക്കാരല്ല എബ്രായ ഭാഷക്കാരുടെ അവർ കരുതുന്നില്ല. അതായിരുന്നു വിഷയം. എന്താന്നൊക്കെ പറയാമെന്ന് ഒത്തിരി നേരം പിടിക്കുക. എന്തോ ഒരു ചെറിയ പ്രശ്നം, പെണ്ണുങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. അത്രയും പിടി കിട്ടിയില്ല. അതുകൊണ്ട് എന്നെ നോക്കുന്ന കണ്ടില്ലേ, ഞാൻ അവിടുത്തെ കാര്യം പറഞ്ഞേ. സഹോദരിമാർ നമ്മളുടെ വിഷയമാണെന്ന് അവിടെ അത്ര എനിക്ക് മനസ്സിലായി. പിന്നെ അതിൽ കൂടുതൽ എനിക്ക് മനസ്സിലായില്ല. എന്നാണെങ്കിൽ അവിടെയാ പ്രശ്നം കിടക്കും. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും പ്രശ്നം അപ്പോസ്തലന്മാരുടെ മുമ്പിൽ ചെന്നു. മുമ്പിൽ ചെന്നല്ല, അവരറിഞ്ഞു. അവനറിഞ്ഞപ്പോൾ അവരോടൊരു ഗുണം പറയാം. അവരറിഞ്ഞപ്പോൾ അവർക്ക് തോന്നി, എന്ത് തോന്നിയത്? ഈ പ്രശ്നം തീരണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിർത്താൻ പോവാ. അവർക്ക് തോന്നി ഈ പ്രശ്നം എങ്ങനെ ഇതിനകത്ത് കിടന്ന് പഴുത്ത് നാറി, സ്തോത്രം, അങ്ങ് നാറാണക്കല്ല് പിടിക്കണമെന്നല്ല, അവർക്ക് തോന്നി ഈ പ്രശ്നം തീരണം. സ്തോത്രം. ലോകത്തിൽ 1-2 കൂട്ടരുണ്ട്. ഒന്ന് പ്രോബ്ലം മേക്കേഴ്സാണ്, ചുമ്മാ അങ്ങ് പ്രശ്നം ഉണ്ടാക്കുന്നവർ. രണ്ടാമതൊരു കൂട്ടരുണ്ട് പ്രോബ്ലം സോൾവേഴ്സ്, പ്രശ്നം പരിഹരിക്കുന്നവർ. സ്തോത്രം. ഇവർക്ക് തോന്നി ഇതിങ്ങനെ നീണ്ടുപോകരുത്. നിങ്ങൾ ഓർത്ത് നോക്കിയാൽ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം ചിലപ്പോൾ ഭാര്യയും ഭർത്താവായിട്ട് കുറച്ച് നാളായി. പക്ഷെ ഞാൻ കാര്യം പറയാട്ടോ, അത് തീർക്കണമെന്ന് വേണ്ടപ്പെട്ടവർക്ക് തോന്നിയായിരുന്നെങ്കിൽ തീരാനുള്ളതുള്ളൂ. പക്ഷെ ആർക്കും അതൊന്നുമില്ല. അവനായി അവൻ്റെ പാടായി. ഈ ലോകത്തിൽ നമ്മുടെ കൂടെ നമ്മൾ ശ്രദ്ധിച്ചു, പ്രശ്നം തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ കൂടെ പുറപ്പെ ചുരുക്കം പേരുള്ളൂ. പ്രശ്നം ഉണ്ടായെങ്കിലേ ഇവിടെ വാർത്ത ഉണ്ടാകുള്ളൂ. പ്രശ്നം ഉണ്ടായെങ്കിലേ പലർക്കും മാർക്കറ്റിംഗ് ഉണ്ടാവുള്ളൂ. രാജ്യങ്ങളെക്കുറിച്ച് പോലും പറയുന്നുണ്ട്, യുദ്ധം ഉണ്ടാക്കിയെങ്കിലേ അവരുടെ ആയുധം ചെലവാവുള്ളൂ.
പ്രശ്നം ഉണ്ടാക്കുന്നവരാ കൂടുതലും. പക്ഷേ പരിശുദ്ധാത്മാവ് നയിക്കുന്നവരുടെ പ്രത്യേകത, ഒരു പ്രശ്നമുണ്ടായതല്ല പ്രശ്നം, അത് പരിഹരിക്കാൻ. സ്തോത്രം, അത് പരിഹരിക്കാൻ. അപ്പം അവരെന്ത് ചെയ്തു? അവർ പരിഹരിച്ച മാർഗമാണ്, അത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. അവർ എന്താ ചെയ്യുന്നറിയാമോ? അവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്. അവർ പറഞ്ഞു, ഇന്ന് പ്രശ്നം ഉണ്ടായെന്നറിഞ്ഞു, വലിയ പ്രശ്നമാണ്, ആകെ അങ്ങനെ കിടക്കും, വേണ്ടോ വന്നാൽ മതി. അതാണ് അവരെടുത്ത തീരുമാനം. അങ്ങനെയാണോ? ഓ, നിങ്ങളോട് ചോദിച്ചിട്ട് കഥയില്ല, സഹോദരന്മാരോട് ചോദിക്കും. അങ്ങനെയാണോ തീരുമാനത്തെ? വേണ്ട വന്നാൽ വെച്ചാൽ മതി, ഇവിടെയൊക്കെ പ്രശ്നം കിടക്കും, ഒക്കുന്ന വന്നാൽ മതി. അങ്ങനെയല്ല പറഞ്ഞത്. പ്രശ്നം തീരണം. പ്രശ്നം തീരാൻ വേണ്ടി അവരെന്ത് ചെയ്തു? അവർ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ നിന്ന്, അല്ലേ, ഒക്കെ അങ്ങനെയല്ലേ നോക്കി, അങ്ങനെയല്ലേ നോക്കി, ഞങ്ങൾ ദൈവത്തിന് ഉപയോഗിച്ച് മേശകൾ ശുശ്രൂഷിക്കില്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാ പുരുഷന്മാരെ, നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ വിഷയം തീർക്കാൻ വേണ്ടിയിട്ട് ഇനി ഞങ്ങളുടെ വിലപ്പെട്ട സമയം, ഞങ്ങൾ വചനം വായിക്കേണ്ട സമയം, ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയം, ഞങ്ങൾ ശുശ്രൂഷിക്കേണ്ട സമയം, നിങ്ങൾ 5-6 ചേച്ചിമാർ കൂടി ഉണ്ടാക്കിയ വിഷയം തീർക്കാൻ വേണ്ടി ഞങ്ങളുടെ വിലപ്പെട്ട സമയം. മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും? എല്ലാ 1-2 ആഴ്ചയിലും പ്രശ്നം ഉണ്ടാക്കുക, എന്നിട്ട് കൃപയുള്ളവനെ ഇത് തീർക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ നടക്കുക. ഇതേ നേരമുള്ളൂ. ഞങ്ങൾക്ക് ഉപവസിക്കാൻ നേരമുണ്ടോ? പ്രാർത്ഥിക്കാൻ നേരമുണ്ടോ? അപ്പം അവർ മിടുക്കർ. അവർ പറഞ്ഞു, 12 അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങളിപ്പോൾ കമ്മിറ്റി വിളിക്കാനും ഇതിന്ന് പോകുന്നില്ല. അതിൻ്റെ കാര്യം ചെയ്യേ, നിങ്ങളുടെ ഇടയിൽ നിന്ന് 7 പേരെ തിരഞ്ഞെടുക്കുക. അവരുടെ പ്രത്യേകത, അവർ പരിശുദ്ധാത്മാവിലും ജ്ഞാനത്തിലും നിറഞ്ഞവരായിരിക്കണം. അവരെ വാസ്തവത്തിൽ എന്തിനാണ് തിരഞ്ഞെടുത്ത്? അവിടെ ഒരു വാക്ക് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, അവരെ ഈ വേലയ്ക്കാക്കാം എന്നല്ല ഇവിടെ ഇരിക്കുന്നത്. അതെ, മൂന്നാമത്തെ വാക്യം തീരുന്നത് ഇങ്ങനെയാണ്, അവരെ ഈ വേലയ്ക്ക് ആക്കാന്ന. സ്തോത്രം, മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഒരു ട്രാൻസ്ലേഷനുണ്ട്, ISV ആണോ എന്ന് എനിക്ക് സംശയം. അതിനകത്ത് എഴുതിയിരിക്കുന്ന അറിയാമോ? they will be handle it. they will be. ഇംഗ്ലീഷ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാനിത് ഇമ്പോസിഷൻ എഴുതി പഠിച്ചത് പറയാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് അറിഞ്ഞിട്ട് പറഞ്ഞതല്ല, കാരണം എനിക്ക് അത്ര ജ്ഞാനമല്ല. they will be handle it എന്ന് പറയുന്നത് എന്താ? അവർ ഈ വിഷയം ഹാൻഡിൽ ചെയ്തോളും. അത്ര നേരെ അർത്ഥമുള്ളൂ. ഞാൻ പറഞ്ഞു ശരിയല്ലേ? സ്കൂളിൽ പോകുന്ന പിള്ളേരല്ലേ? they will handle it. they will be handle it എന്ന് പറഞ്ഞാൽ, ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കൈകാര്യം ചെയ്യുക. അപ്പോൾ അവരിത്രേ പറഞ്ഞോളൂ, ഞങ്ങൾ ഈ വിഷയത്തിൽ അത് ഇടപെടാൻ പോകുന്നില്ല, ഞങ്ങൾ ഇതിൻ്റെ പുറകെ കമ്മിറ്റി വിളിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ നമ്മുടെ സഭയ്ക്ക് നടുവിൽ വലിയ വലിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരുണ്ട്. അതുകൊണ്ട് അവരെ തെരഞ്ഞെടുത്തോ, അവർ ഈ വിഷയം കൈകാര്യം ചെയ്തോളൂ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, സ്തോത്രം, സഭയ്ക്കകത്തല്ല, ഒരു മനുഷ്യനൊരു പ്രശ്നം ഉണ്ടായാൽ അത് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവൻ സഭയ്ക്കകത്തുണ്ടാകണം. അവൻ കോടതി പോകരുത്. ഉണ്ട്, പൗലോസ് കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിലാണെന്ന് എൻ്റെ ബോധ്യം. സ്തോത്രം, കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ അല്ലേ? സ്തോത്രം, അവിടെ അദ്ദേഹം ചോദിക്കുന്ന 4-ലോ 6-ലോ ആണെന്ന് തോന്നുന്നു, ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഇല്ലേന്ന് ചോദിക്കുന്നു. ഓ സ്തോത്രം, ഞാൻ പറയാം. ആറാം അധ്യായം വേണ്ട 6-ാം അധ്യായത്തിന് 4 നോക്കി. എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു. ഇങ്ങനെ സഹോദരന്മാരുടെ മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ളൊരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിലില്ലേ? വാക്യം കേട്ടോ, തർജ്ജനം ചെയ്ത് ചോദിക്കുക. എന്താ ചോദിച്ചേ? 5-ാം വാക്യം, നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പൗലോസ് ചോദിക്കുക കൊരിന്ത്യരോട്. എന്താ ചോദിക്കുന്നേ? ഇവിടെ 2 പൊട്ടിരി കൊടുക്കാൻ പറ്റിയ ആൾക്കാരും നിന്റെ കയ്യിൽ ഇല്ലെന്നാണോ ചോദിച്ചേ? അത് ചോദിച്ചായിരുന്നെങ്കിൽ നമ്മൾ ചാടി വീണാനേ. സാറ് പറയാനിരിക്കുമായിരുന്നു, ഞാൻ കുത്തിപ്പോയി. അതാണ് ചോദിച്ചേ. അല്ല, ഇവനെയൊക്കെ വെച്ചോണ്ടിരിക്കാറുണ്ടാ, കാല് പടക്കി തൊഴിക്കണം, അതാണോ പറഞ്ഞേ? അല്ല, പിന്നെ എന്താ പറഞ്ഞേ? നിങ്ങളുടെ ലജ്ജയ്ക്കായി പറയുന്നു. എന്താ പറയുന്നേ?
അല്ല, അത് പറഞ്ഞല്ലോ, പിന്നെ എന്നെ പറഞ്ഞെന്ന് പറ. കാര്യം തീർപ്പ്, ആ വാക്ക് കണ്ടോ? ഇങ്ങനെ സഹോദരന്മാരുടെ മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ളൊരു ജ്ഞാനിയും ഈ നിങ്ങളുടെ ഇടയിലില്ലേ? 1-ാം നൂറ്റാണ്ടിൽ 6-ാം അധ്യായത്തിനകത്തൊരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രശ്നം തീർക്കാൻ പ്രാപ്തിയുള്ളവർ. ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കുക. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു കെട്ട് കാര്യം തീരണം. ഇതിങ്ങനെ തൽക്കാലത്തേക്ക് കർത്തൃമേശയുള്ള ദിവസം മാത്രം പല്ലിടിച്ച് ചിരിക്കും, പിറ്റേ ദിവസം പിന്നെ മോന്ത വീർത്തിരിക്കും. കാര്യം തീർന്നായിരുന്നെങ്കിൽ അങ്ങനെ വരുമോ? പക്ഷേ ദൈവം പറയുന്നു, ഈ പ്രാർത്ഥനയിൽ കാര്യം തീരും. നിന്റെ ജീവിതത്തിനകത്തെ നിനക്ക് സഹിക്ക വയ്യാത്ത, നീ മനസ്സറിയാത്ത കാര്യങ്ങളെല്ലാം നിന്റെ മേലെ അടിച്ചേൽപ്പിച്ചിട്ട് നിനക്ക് നിവരാൻ പറ്റാത്ത രീതിയിലാക്കിക്കളഞ്ഞ പല കാര്യങ്ങളും എൻ്റെ കർത്താവ് കോടതി കൊടുത്തല്ല, മധ്യസ്ഥന്മാരെ വിളിച്ചല്ല, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടല്ല, കുടുംബ കോടതി ചെന്നിട്ടല്ല, കൗൺസിൽ നടത്തിയിട്ടല്ല, നിങ്ങളുടെ ഇടയിൽ കാര്യം തീരും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, 2-ാമത്തെ കാലം ഇതാണ്. സഭ വളർന്നു, വലിയ കൂട്ടമായി, ആവശ്യങ്ങൾ വന്നു, പ്രശ്നങ്ങൾ വന്നു. ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സഭയ്ക്കകത്ത് പ്രാപ്തിയുള്ളവരെ ദൈവം എഴുന്നേൽപ്പിച്ചു. വളരെ ലാഘവത്തോടെ അവർ കൈകാര്യം ചെയ്തത്. അവർ പറഞ്ഞു, സ്തോത്രം, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഈ കാര്യം നമ്മുടെ ഇടയിലുള്ള സഹോദരന്മാർ തന്നെ ഹാൻഡിൽ ചെയ്തോളും, കാര്യം തീർത്തോളും. ഞാൻ ആത്മാവിൽ പറഞ്ഞ് ഇനി ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഞാൻ അവസാനിപ്പിക്കാം. കാരണം നിങ്ങൾക്ക് ഇവിടെ വരെ പോയാൽ മതി, എനിക്ക് ഒത്തിരി ദൂരം പോകണം. സഹോദരൻ, ഞാനിപ്പോൾ നിർത്തിയിട്ടിങ്ങനെ എനിക്ക് എളുപ്പം കാലത്തോടെ ചെന്നിട്ട് അടുത്ത മീറ്റിംഗ് കയറേണ്ടതാണ്. ഇപ്പം നിർത്തി രാത്രി ഇന്ന് ഡ്രൈവറും വന്നില്ല, ഞാൻ തന്നെ വണ്ടി ഓടിച്ചു പോകണം. അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം ഇവിടെ നിർത്താൻ ഞാൻ നിർബന്ധിതനാകുകയാണ്. 4 എണ്ണം കൂടി എൻ്റെ കയ്യിലുണ്ട്. സ്തോത്രം, ദൈവനെ വെച്ച് എന്തെങ്കിലും കൈകാര്യം ചെയ്യാം. സ്തോത്രം, ഇപ്പം ഞാൻ നിർത്താം. 2 കാര്യങ്ങളാണ്, 2 കാലങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ ആരും അറിയാത്ത പുറകിലായിപ്പോയ ചിലരെ എൻ്റെ കർത്താവ് വലയെറിഞ്ഞ് പിടിച്ചതല്ല, ഞറുക്കിട്ട് പിടിച്ചു, അവരെ മുമ്പിൽ കൊണ്ടുവന്നു. സ്തോത്രം. 2-ാമത്തെ പ്രത്യേകത, പ്രശ്നങ്ങളുണ്ടായി, പ്രതിസന്ധി, അതെങ്ങനെ പഴുത്തിരിക്കാതെ ആ പ്രശ്നങ്ങളെല്ലാം അപ്പയപ്പ തീർക്കാൻ പറ്റുന്ന പ്രോബ്ലം സോൾവേഴ്സിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഈ സഭയ്ക്കൊരു അഡ്രസ്സ് ഉണ്ടാകണം. ഈ നാട്ടുകാർ പറയണം, അവിടെ യോഗം നടക്കുന്നുണ്ട്, അവിടെ പോയെന്ന് പ്രാർത്ഥിച്ചാൽ മതി, പ്രശ്നം തീരും എന്ന് നാട്ടിൽ പറയാൻ തുടങ്ങിയാൽ, അതിന് കഴിവുള്ളെന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ടല്ല, കൃപ കൊണ്ട്, പരിശുദ്ധാത്മാവ് കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, കൃപാവരം കൊണ്ട് അന്ധകാര ശക്തികൾ വരിഞ്ഞു വെച്ചിരിക്കുന്ന ചിലരെ ഇതിനകത്തിരിക്കുമ്പോൾ, കയറി വരുമ്പോൾ അവൻ്റെ കാര്യം, വിഷയം തീർത്തു കൊടുക്കാൻ കഴിവുള്ള ചിലരെ ഈ പ്രാർത്ഥനക്കകത്ത് ദൈവം എഴുന്നേൽപ്പിക്കും. എത്ര പേർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്? സ്തോത്രം. വരാനിരിക്കുന്ന നാളുകൾ ഒരു പാസ്റ്റർ നോക്കിയാൽ എല്ലാം കൂടി നടക്കുകയില്ല. പക്ഷെ ഇതിനകത്ത് ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാൻ പോവുക. കർത്താവ്, എനിക്കൊരാഗ്രഹമുണ്ട്, ഇതുപോലത്തെ ഒരു വേദിയിൽ വരണമെന്നോ, സ്തോത്രം, തിരുവനന്തപുരം മുതൽ നെയ്യാറ്റിങ്കര വരെ പോസ്റ്റയിൽ ഫ്ലക്സയിൽ ഇരിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. നിങ്ങൾ പറയും, ഇയാൾ ഒത്തിരി ഇരുന്നുകൊണ്ട്, സ്തോത്രം, ഇയാൾക്ക് അങ്ങനെ പറയാം, നമ്മൾ കൊതിച്ച് ഫോട്ടോ അടിച്ചിരിക്കുകയെന്ന്. അങ്ങനെ ആക്കണമെങ്കിൽ ആയിക്കോട്ടെ, അതിന് വിരോധമില്ല. പക്ഷെ നമ്മൾ പൊതുവിൽ പറയുക, എൻ്റെ കർത്താവെ, അങ്ങനെയൊന്നും ആഗ്രഹമില്ല. പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട്. സ്തോത്രം. എൻ്റെ വീട്ടിൽ എൻ്റെ കസിൻ ബ്രദേഴ്സ്, എൻ്റെ സഹോദരങ്ങൾ വലിയ പ്രശ്നത്തിലാണ്, ഇവർ തമ്മിൽ ചാവുന്ന ലക്ഷണം. പക്ഷെ ഇന്ന് വായിച്ച വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യം തീർക്കാനുള്ള കൃപ അതെനിക്ക് തന്നാൽ ഭംഗിയായിട്ട് ഞാനത് ചെയ്തോളാം. എൻ്റെ നാട്ടിൽ ആർക്കൊരു വിഷയം വന്നാലും ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചോളാം. എൻ്റെ കർത്താവിൻ്റെ വചനത്തിൽ കണ്ടു, പൗലോസ് ചോദിച്ചു, നിങ്ങളുടെ ഇടയിൽ കാര്യം തീർക്കാൻ പറ്റിയൊരു ജ്ഞാനിയില്ലേ? ഒരാൾ ഞാനായിക്കോളാം. ഏത് വിഷയം വന്നാലും ഞാനത് പരിഹരിക്കാൻ വേണ്ടി കർത്താവിനോട് സൂക്ഷ്മതയോടെ ഞാൻ ജീവിച്ചോളാം. സഭ പ്രശ്നം ഉണ്ടാക്കുന്ന കൂട്ടരല്ല, ഒരു നാടിൻ്റെ പ്രശ്നം തീർക്കുന്ന കൂട്ടരാണ്.
രണ്ടാമത്തെ കാലത്തിൻ്റെ പ്രത്യേകത, സഭ പ്രശ്നത്തിൽ ഇടപെടാൻ തുടങ്ങി, പ്രശ്നങ്ങൾ തീർക്കാൻ തുടങ്ങി. കോടതി പോകേണ്ട കേസ് അവർ കോടതി വിട്ടില്ല, ഡിവോഴ്സായി പോകേണ്ട കേസ് അവർ ഡിവോഴ്സിലാക്കിയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ചോര കൊണ്ട് വീണ്ടെടുത്ത് ഈ കർത്തൃമേശ കഴിക്കുന്ന ഒരൊറ്റയാൾ പോലും, ഒരു കുടുംബം പോലും തകരാൻ കൂട്ടു നിൽക്കരുത്. ഒരാൾ പോലും വിഷമടിക്കാനും ചാവാനും കൂട്ടു നിൽക്കരുത്. നീ ഇന്ന് തീരുമാനിക്കണം, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഈ പഞ്ചായത്തിലെ, നമ്മൾ സഭയ്ക്കകത്തേക്ക് മാത്രമല്ല, ഈ നാടിനെ നോക്കണം പാസ്റ്ററെ, ഈ നാടിനെ നോക്കണം. ഒരുത്തൻ കഷ്ടത്തിലാണെന്നറിഞ്ഞാൽ, ഒരുത്തന് രോഗമായി ചികിത്സിക്കാൻ നിവൃത്തിയില്ലെന്നറിഞ്ഞാൽ, എല്ലാവർക്കും ഒന്നും പണം കൊടുക്കാൻ പറ്റിയല്ല, ഒരുത്തനൊരു നീലപ്പടലെ വലിച്ചു കെട്ടി 2 പിള്ളേരുമായിട്ടൊരു മരത്തിൻ്റെ ചോട്ടിൽ കിടക്കുക എന്നറിഞ്ഞാൽ, ശ്രോത്രം, നമ്മൾ ഇട്ടിട്ട് പോരരുത്. നീ നോക്കിയാൽ ചില പ്രശ്നം പരിഹരിക്കാൻ തുടങ്ങും. നിന്റെ അഡ്രസ്സ് ദൈവം മാറ്റും, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കും. നിന്റെ വീട്ടുകാർ നിന്നെ കുറ്റം പറഞ്ഞാലും, നിന്റെ കൂടെ നിൽക്കുന്നവർ കുറ്റം പറഞ്ഞാലും, ഇവിടുത്തെ ജാതികൾ പറയും പ്രശ്നം പരിഹരിക്കുന്ന ഒരു കൂട്ടരാണവർ. അവരുടെ അടുക്ക പോയി പ്രാർത്ഥിച്ചാൽ നിന്റെ വിഷയം തീരും, നിന്റെ കൊച്ചിന്റെ ഭ്രാന്ത് വരെ മാറും എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് സ്വർഗ്ഗം ദൈവത്തിന്റെ സഭയെ കൊണ്ടുവരട്ടെ. ഒരു സാധാരണ ലെവലിൽ നിങ്ങൾ ആഗ്രഹിക്കരുത്, ഒരു സാധാരണ ലെവലിൽ നിങ്ങൾ കിടക്കരുത്. ഇത് ടേക്ക് ഓഫ് പീരീഡ് ആണ്. ഇത് നിന്നെ ഉന്തിയും തള്ളിയും കൊണ്ട് നടക്കുന്ന കാലമല്ല, നീ റൺവേയിൽ എഴയുന്ന കാലമല്ല. അടുത്തൊരു ലെവല് വരികയാ. നീ കഴുകനെ പോലെ പറക്കാൻ തുടങ്ങണം. നിന്നെ തേടി ആള് വരണം, നിന്റെ അഡ്രസ് പുറത്തു വരണം. നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ, ആദ്യം എന്റെ വിഷയങ്ങളൊന്ന് തീരണം. ഹല്ലേലൂയ. ഞാൻ തീച്ചുളയിലൂടെ നടന്നവനാണ്, എന്നെ പോലെ തീയിൽ കിടക്കുന്നവനെ എനിക്ക് രക്ഷിക്കണം. ഞാൻ സിംഹത്തിൻ്റെ വായിൽ അകപ്പെട്ടവളാണ്, എന്നെ പോലെ സിംഹത്തിൻ്റെ പല്ലുകൾക്കിടയിൽ നിന്ന് ചിലരെ എനിക്ക് പ്രാർത്ഥിച്ചു വിടുവിക്കണം. അതിനാഗ്രഹിക്കുന്നവരുണ്ടോ എന്ന ദൈവം ചോദിക്കുന്നത്. കൊരിന്ത്യരോട് ചോദിച്ച ചോദ്യം ഞാൻ ചില സ്മൂത്തായി ചോദിക്കുക. നിങ്ങളുടെ ഇടയിൽ ചിലരെ കൃപ തന്നെഴുന്നേൽപ്പിക്കാം, വരം തന്നെഴുന്നേൽപ്പിക്കാം, അധികാരം തന്നെഴുന്നേൽപ്പിക്കാം. നിങ്ങൾക്കത് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി സ്വർഗ്ഗം അത് ചെയ്യാൻ പോകുക. കരമടിച്ചോ, സ്തോത്രം ചെയ്തോ, സ്വീകരിക്കുന്നവർ ഇന്ന് രാത്രി ഏറ്റെടുക്കുക. അതിൻ്റെ പേരാ ശുശ്രൂഷയെന്ന്. ഒരു സങ്കീർത്തന വ്യാഖ്യാനവും ഒരു ദാനിയേൽ ബൈബിളും കൂടി മേടിച്ചു വെച്ച് 4 ഒത്തുവാക്യം പറയുന്നവനല്ല, പ്രശ്നം പരിഹരിക്കുന്നവനാ ശുശ്രൂഷകൻ. ഇന്ന് രാത്രി കുടുംബങ്ങളുടെ പ്രശ്നം, കുടുംബ ജീവിതത്തിന്റെ പ്രശ്നം, പഠിക്കാൻ ബുദ്ധിയില്ലാത്ത കുഞ്ഞുങ്ങൾ, ഓ റബ സഖാനിയാര, എന്ത് ചെയ്താലും കടഭാരം മാത്രം വരുന്ന, ലക്ഷക്കണക്കിന് രൂപ കടം വന്നു പോയ ചിലരുടെ വിഷയങ്ങൾ, ട്രാപ്പിൽ അകപ്പെട്ട, ചതിക്കണിയിൽ അകപ്പെട്ട, വഞ്ചിക്കപ്പെട്ട ചില കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ മറ്റൊരാൾ അറിയാതെ പരിഹരിക്കുന്ന ഒരു കൂട്ടരായി ഇവിടത്തെ സഭയെ ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രാർത്ഥനയ്ക്കപ്പുറം വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ, ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ. സ്വർഗസ്ഥനായ ദൈവം പുറകിൽ കിടന്ന നിന്നെ ഉന്നത നിലകൾ അറിയത്തക്ക രീതിയിൽ നേരെ മാറ്റി നിർത്തി അനുഗ്രഹിച്ച് നിന്നെ കൊണ്ട് ചിലരുടെ വിഷയം പരിഹരിച്ച് അവർ നിന്നെ ഒരു പിതാവിനെ പോലെ മാതാവിനെ പോലെ കാണത്തക്ക രീതിയിൽ കൃപ വ്യാപരിക്കാൻ തുടങ്ങുക. എല്ലാവരും പ്രാർത്ഥിച്ചോ, 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 പ്രാർത്ഥിച്ചോ. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ, കരമടിച്ചോ, സ്തോത്രം ചെയ്തോ, അന്യഭാഷ പറഞ്ഞോ, പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയ. നീ ആരും ഇന്ന് രാത്രി 2 ഭാഗമാണ് എടുത്തത്. 2 ഭാഗത്തും അറിയപ്പെടാത്ത, പേരില്ലാത്ത ആളുകളുടെ ഇടയിൽ മറഞ്ഞു കിടന്നവരെ പൊക്കിയെടുത്ത കഥയാണ്, ചരിത്രമാണ് പറഞ്ഞത്. 6-ാം അധ്യായത്തിൽ 7 പേര്, 1-ാം അധ്യായത്തിൽ ഒറ്റയാനായ മത്തിയാസ്. ഇന്ന് രാത്രിക്കാലം പേരില്ല, പ്രസക്തിയില്ല, സ്തോത്രം, ആരാലും അറിയപ്പെടുന്നില്ല. പക്ഷെ അവർക്ക് ചാൻസ് ഉണ്ട്, അവർക്ക് അവസരമുണ്ട്, അവർക്ക് വേണ്ടി സ്വർഗ്ഗം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. സ്വത്രം 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 സ്വത്രം. ആ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ. അമ്മാമ്മ, ആൻറ്റി, പിതാവേ, കർത്തൃദാസനെ, നിന്റെ വീട്ടിലെ പ്രശ്നം പരിഹരിക്കണ്ടേ? പ്രാർത്ഥന വേഗത്തിൽ തീരും. 10 ദിവസങ്ങൾ പിന്നിട്ടാൽ പിന്നെ ഇറങ്ങുന്നത് പോലെയാ. 11, 16, 18 പെട്ടെന്ന് തീരും. 24-ാം തീയതി ഇപ്പൊ കഴിയും. അന്നേരം നീ വിഴുപ്പ് കെട്ടുകൊണ്ട് സഭയ്ക്കകത്ത് ഇരിക്കരുതേ, ഈ നാട്ടിൽ ജീവിക്കരുത്. സ്വർഗം പറയുന്നു, പ്രശ്നം പരിഹരിക്കണം, പ്രശ്നം
പരിഹരിക്കണം. ആരോട് ഉണ്ടായ കയ്പ്, ആരോട് ഉണ്ടായ വെറുപ്പ്, അതിന്ന് രാത്രി പരിഹരിക്കണം. നിന്റെ മേൽ കിടക്കുന്ന വിളിയെ അത് ബാധിക്കും, നിന്റെ തലമുറയെ അത് ബാധിക്കും, സഭയെ അത് ബാധിക്കും. അതുകൊണ്ട് സ്വർഗം ഇന്ന് രാത്രി വിരൽ ചൂണ്ടി പറയുന്നു, നീ ഈ പ്രശ്നം പരിഹരിച്ചിട്ട് ഈ പ്രാർത്ഥനയിൽ എഴുന്നേക്കാവൂ. ഇന്ന് രാത്രി എത്ര പേർ കരഞ്ഞോണ്ട് പറയും, എനിക്ക് വേണ്ടപ്പാ, ഈ വൈരാഗ്യം വേണ്ട, ഈ കയ്പ് വേണ്ട, ഈ പിണക്കം വേണ്ട, എൻ്റെ വീട്ടിൽ വേണ്ട, എൻ്റെ സഭയിൽ വേണ്ട, എൻ്റെ കുഞ്ഞുങ്ങൾ തമ്മിൽ വേണ്ട. കർത്താവേ, ചില വിഷയങ്ങൾ പരിഹരിക്കണം. എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം ഉലയുകയാണ്, അവരുടെ കുടുംബം തകരുകയാണ്. അപ്പാ, പ്രശ്നം പരിഹരിക്കാനുള്ള വരന്താപ്പാ. കുടുംബ കോടതി പോകാനുള്ള കാശല്ല എനിക്ക് വേണ്ടത്, എനിക്ക് പ്രശ്നം പരിഹരിക്കണം. കർത്താവേ, എനിക്കൊരു മിടുക്കൻ വക്കീലിനെ അല്ല വേണ്ടത്, എനിക്ക് നിന്റെ കൃപ വേണോ. അത് ചോദിക്കുന്ന എത്ര പേരുണ്ട്? ഓൺലൈനിൽ എന്നെ വാച്ച് ചെയ്യുന്നവരോട് ഞാൻ ആത്മാവിൽ പറയാം, നീ കുഞ്ഞു കളിച്ച് സമയം കളയരുത്. നിന്റെ വീട്ടിൽ പ്രശ്നം തുടങ്ങിയിട്ട് കാലങ്ങളായി, നിനക്കത് പരിഹരിക്കണമെന്നില്ല. നീ ചുമ്മാ അന്യഭാഷ പറഞ്ഞു പ്രാർത്ഥിച്ച് ഉപദേശിമാരുടെ പുറകെ നടന്നു, നീ സമയം പാഴാക്കുകയാണ്. ഞാൻ ആത്മാവിന്റെ ഗൗരവത്തിൽ പറയുന്നു, നിന്റെ വീട്ടിലെ പ്രശ്നം തീരണമെന്ന് ഇന്ന് രാത്രി നീ തീരുമാനിച്ചാൽ സ്വർഗമിറങ്ങും, സ്വർഗമിറങ്ങും. പൊട്ടട്ടെ, പൊട്ടട്ടെ, ചില ബന്ധനങ്ങൾ പൊട്ടട്ടെ, മുഖങ്ങൾ ഒടിയട്ടെ. ആരോടോ എന്തൊക്കെയോ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഉണ്ടായി പോയതെല്ലാം ഇന്ന് രാത്രി പഴുന്തുണി കീറുന്നത് പോലെ കീറുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു. അതിന് പ്രബലമാകില്ല ബ്രദർ, അതിന് പ്രബലമാകില്ല. ആ വിധികളൊന്നും നിനക്കെതിരെ വരില്ല. നീ തീരുമാനിച്ചോളണം, ഞാൻ നിന്റെ പക്ഷത്ത് നിൽക്കാം. എൻ്റെ കർത്താവേ, ഒറ്റപ്പെടലിന്റെ വേദന ഞാൻ അനുഭവിച്ചവനാണ്. ഒറ്റപ്പെട്ടവരെ ഞാൻ സഹായിച്ചോളാം, ഞാൻ അവരെ ചുമലിൽ വഹിച്ചോളാം. എനിക്കൊരു കൃപ തന്നാ മതി. എനിക്ക് പേര് വേണ്ട, കേമന്മാരുടെ ലിസ്റ്റിൽ എനിക്ക് അകപ്പെടണ്ട. 1-ാം അധ്യായത്തിലെ മത്തിയാസ്, 6-ാം അധ്യായത്തിലെ 7 പേരിൽ ഒരുവനെ പോലെ. പരിശുദ്ധനെ, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. ദൈവരെ മാനിച്ചേക്കണം. ഈ സഭ പ്രശ്ന പരിഹാര സഭയാകണം. ഒത്തിരി പേര് ഓടി വരണം. എങ്ങും തീരാത്ത വേദനകൾ ഇവിടെ തീരണം. ഈ ആൾക്കൂട്ടത്തിനിടയിൽ വന്ന് ഇരുന്നാൽ മതി, അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരണം. തോൽവികൾ ജയമായി മാറണം, രോഗങ്ങൾ സൗഖ്യമാകണം. ഈ പ്രാർത്ഥനയിൽ സഭയ്ക്കകത്ത് തന്നെ അത് തുടങ്ങണം. ദൈവാത്മാവ് അത് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. കാലം മാറി വരുന്നത് ഞങ്ങൾ അറിയുന്നു. ദൈവം അത് ചെയ്യട്ടെ. സഭയുടെ പെരുക്കലിൻ്റെ കാലം വരികയാണ്. കർത്താവ് അത് ചെയ്യാൻ പോകുന്നതിന് നന്ദി. എല്ലാ വിഷയങ്ങളും തീരുന്നൊരു പ്രാർത്ഥനയാകട്ടെ. ദൈവം അത് ചെയ്യണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.